Good afternoon all. Okay. നമ്മൾ എടുക്കുന്നത് ലേബർ റൂം സർവീസസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ലാസ്റ്റ് വൺ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു അല്ലെ. ഫസ്റ്റത്തെ ആ ഒരു ചെറിയ പോയിന്റ്സുകൾ വരെ പറഞ്ഞു എന്ന് തോന്നുന്നു. ദെൻ ഒന്നുകൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവർക്ക് വേണ്ടി കൂടിയാണ് ജസ്റ്റ് ഒന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ ആണ് വായിക്കുന്നത്, ശ്രദ്ധിക്കാം കേട്ടോ. Then obstetrics and gynecology services are practiced in almost all hospitals where obstetrics deals with the process of childbirth. അല്ലെ, നമുക്കറിയാം എല്ലാ ഹോസ്പിറ്റലുകളിലും ഇന്ന് ലേബർ റൂം അല്ലെങ്കിൽ ഒബ്സ്ട്രിക്സ് ഗൈനക്കോളജി വിഭാഗം തന്നെയുണ്ട് അല്ലെ. മിക്ക ഹോസ്പിറ്റലുകളിലും അതിന് വേണ്ടിയിട്ടുള്ള ഗൈനക്കോളജി എന്നുള്ളൊരു വിഭാഗമുണ്ട്. അല്ലെങ്കിൽ ഒബ്സ്ട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീൽ ചെയ്യുന്നത് ചൈൽഡ് ബർത്ത് അല്ലെ. നമ്മൾ ആ ഒരു ചൈൽഡ് ബർത്തിനെയാണ് നമ്മൾ ഒബ്സ്ട്രിക്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. Then notable functional area of a maternity ward are. ഒരു മെറ്റേണിറ്റി വാർഡിലെ പ്രധാനപ്പെട്ട ഏരിയകളാണ് നമ്മൾ താഴെ പറഞ്ഞിരിക്കുന്നത്. റിസീവിംഗ് ഏരിയ ഉണ്ടാകും, എക്സാമിനേഷൻ ഏരിയ, പ്രീ ഡെലിവറി റൂം, ഡെലിവറി ആൻഡ് ലേബർ റൂം, പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം. അവിടെ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലേ, ആണോ? സെക്കൻഡ് പാരഗ്രാഫ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്നാ പറഞ്ഞത്. പിന്നെ നമുക്ക് നോക്കാം കേട്ടോ. The labor room, also named as birthing unit in the hospital, is where childbirth takes place. Labor room, also named as birthing unit. Underline ചെയ്തോ? ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നണം. ചെയ്യാത്തവർ ചെയ്തോളൂ. ലേബർ റൂം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് birthing unit. Okay. Then childbirth, അവിടെയാണ് childbirth ഒക്കെ നടക്കുന്നത്. Is one of the most versatile room in a hospital. ഒരു ഹോസ്പിറ്റലിൽ വൺ ഓഫ് ദ മോസ്റ്റ് വെർസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും വൈവിധ്യമാർന്ന ഒരു റൂം. മറ്റു റൂമുകളെ പോലെയല്ല, കുറെ വ്യത്യസ്തതകൾ നിറഞ്ഞ ഒരു റൂമാണ് ലേബർ റൂം എന്ന് പറയുന്നത്. ലേബർ റൂമിന്റെ ഉള്ളിൽ പ്രവേശിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും, ഒരു വൈവിധ്യമാർന്ന റൂം തന്നെയാണ്. ആണോ? ലേബർ റൂമിന്റെ ഉള്ളില് പ്രവേശിച്ചിട്ടുള്ളവർക്ക് അറിയാലോ, കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു റൂമല്ലേ. എക്യുപ്മെന്റ്സുകളുണ്ട്, മറ്റു റൂമുകളെ അപേക്ഷിച്ചിട്ട് വ്യത്യാസമുണ്ട് ഒത്തിരി അല്ലെ. ഒരു വൈവിധ്യമാർന്ന റൂമാണ്. Which grants special facilities assuring safe prenatal care, delivery and immediate postnatal care for the mothers and infants. അല്ലെ, നമ്മൾ അതിന്റെ ഉള്ളിൽ നമുക്ക് തരുന്നത് എന്തൊക്കെയാണ് പരിചരണങ്ങള് അല്ലെ. ഡെലിവറി കെയർ കൊടുക്കുന്നു, അതുപോലെ പ്രീനേറ്റൽ കെയർ അല്ലെ, നമ്മുടെ ജനനത്തിന് മുൻപുള്ളത്, അതുപോലെ തന്നെ ഡെലിവറിക്ക് മുന്നുള്ള കെയറുകളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇമ്മീഡിയറ്റ് പോസ്റ്റ്നേറ്റൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഒരു കെയറും നമുക്ക് ലേബർ റൂമിൽ നിന്നും ലഭിക്കുന്നു. അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ കെയർ നമ്മൾ കൊടുക്കുന്നു. A pregnant woman will go to the delivery room when she is in the active phase of labor. അല്ലേ, അതായത് നമുക്ക് ഒരു പ്രഗ്നന്റ് വുമണിന്റെ ആക്റ്റീവ് ഫേസിലാണ് ലേബർ റൂമിൽ പ്രവേശിപ്പിക്കുന്നത് അല്ലെ. അതൊക്കെ കുറച്ച് ദിവസങ്ങൾ നമ്മൾ വാർഡിലോ റൂമിലായിരിക്കും അഡ്മിറ്റ് ആകുന്നത്. ഞാൻ ആ ഒരു ആക്റ്റീവ് ഫേസ് എത്തുമ്പോഴാണ് ലേബർ റൂമിലോട്ട് ആ പേഷ്യന്റിനെ നമ്മൾ പ്രവേശിപ്പിക്കുന്നത്. This unit is devised to handle birth for women, minor surgeries and procedures. അപ്പൊ മെയിൻ ആയിട്ട് ഈ ഒരു ലേബർ റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബർത്ത് ഫോർ വുമൻസിന് വേണ്ടിയും അതുപോലെ തന്നെ ഡെലിവറിക്ക് വേണ്ടി മാത്രമല്ല, അല്ലാതെ വരുന്ന ഗൈനിക് സംബന്ധമായിട്ടുള്ള സർജറീസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ വേണ്ടിയും നമ്മൾ ഈ ലേബർ റൂം ഉപയോഗിക്കുന്നു. എസ്പെഷ്യലി ഫോർ വുമൻസിന് വേണ്ടിയിട്ടുള്ള റൂമാണ്. The Labor Delivery Recovery Room, LDR, underline cheya. LDR ന്റെ full form ആണ് Labor Delivery Recovery. Labor Delivery Recovery, okay, are in charge of accommodating all kinds of delivery, providing maximum assurance and efficient obstetrical care. അപ്പോൾ ഈ ലേബർ റിക്കവറി റൂമില് അല്ലെങ്കിൽ ലേബർ റൂമില് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒബ്സ്റ്റ്രിക്കൽ കെയർ ആണ് പേഷ്യന്റിന് ലഭിക്കുന്നത്. In certain healthcare institution, LDR, also known as LDRP suites. നമ്മള് നോർമലി ലേബർ ഡെലിവറി റൂം എന്ന് വിളിക്കുന്നു, ലേബർ ഡെലിവറി റിക്കവറി എന്നാണ് LDR പറയാ. ഇനി ചില ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, ചില ഹോസ്പിറ്റലുകളിൽ അതിനെ നമ്മള് LDRP suites എന്ന് വിളിക്കുന്നു. LDRP suites. LDR full form നോക്കി, ലേബർ ഡെലിവറി റിക്കവറി ആൻഡ് പോസ്റ്റ് പാർട്ടം. അണ്ടർലൈൻ ചെയ്യാം. ലേബർ ഡെലിവറി
റിക്കവറി ആൻഡ് പോസ്റ്റ് പാർട്ടം. ഫുൾ ഫോം ഒക്കെ പഠിക്കണം കേട്ടോ. ഓക്കെ, മാം പോയിട്ടില്ല കേട്ടോ, അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോ ചില ഹോസ്പിറ്റലുകളിൽ നമ്മൾ LDRP എന്നും വിളിക്കുന്നു. ലേബർ, ഡെലിവറി, റിക്കവറി ആൻഡ് പോസ്റ്റ് പാർട്ടം എന്നും വിളിക്കുന്നു. Then it is one of the particular of a obstetrical department that grants all the required clinical facilities with a quality infrastructure, sufficient supply of equipment, consumable and availability of well-trained human resources. അല്ലെ, ഒരു ലേബർ റൂമിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്, then സഫീഷ്യന്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ അല്ലെ, നമ്മളെ പേഷ്യന്റിന് കൊടുക്കാനുള്ള പലതരത്തിലുള്ള ഉപകരണങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള കൺസ്യൂമബിൾസ് വസ്തുക്കൾ ഉണ്ടാകും, then വെൽ ട്രെയിനഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ, ഹ്യൂമൻ റിസോഴ്സസ്. ഇത്രയും സംവിധാനങ്ങളാണ് നമ്മൾ ഒരു ലേബർ റൂമിൽ ഉള്ളത്. എക്യുപ്മെന്റ്സ് ഉണ്ട്, then നമുക്ക് നമ്മളെ ചികിത്സിക്കാനായിട്ടും കെയർ ചെയ്യാനായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ്, അതായത് നഴ്സിംഗ് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും, then നമുക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളും അവൈലബിൾ ആണ്. സോ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വൈവിധ്യമാർന്ന ഒരു റൂമാണ് ലേബർ റൂം എന്ന് പറയുന്നത്. ഇനി ലേബർ റൂമിന്റെ ഉള്ളില് പ്രവേശനം ഉണ്ടോ? എല്ലാവർക്കും പോയി ലേബർ റൂം ഒന്ന് കാണാനായിട്ടൊക്കെ പറ്റുമോ? അതില് മറ്റുള്ള പുറത്തുനിന്നുള്ള ആളുകളെ പ്രവേശിപ്പിക്കാറുണ്ടോ ലേബർ റൂമില്? ഉണ്ടോ? നിങ്ങളുടെ അറിവിൽ എങ്ങനെയാണ്? നമ്മൾ ലേബർ റൂം കണ്ടിട്ടില്ല എന്ന് കരുതി ഒന്ന് പോയി കാണാൻ പറ്റുമോ? ഇങ്ങനെ ഇല്ല. കാരണം എന്താണ്? ഇൻഫെക്ഷൻസ് ഒക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സോ വളരെയധികം പ്രിക്കോഷൻസ് എടുത്തുകൊണ്ട് തന്നെയാണ് ലേബർ റൂമിൽ പ്രവേശിപ്പിക്കുന്നത്. ഓക്കെ, ഇന്ന് വായിച്ചു നോക്കാം. ഇൻട്രൊഡക്ഷൻ ഭാഗം വായിക്കാം കേട്ടോ. അണ്ടർലൈൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി വായിക്കുമ്പോ ഏതെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോകാം കേട്ടോ. മനസ്സിലാക്കി വായിക്കാം കേട്ടോ. ഫുൾ ഫോമുകൾ പഠിക്കണം, LDR പഠിക്കണം, LDRP നോക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? ഇൻട്രൊഡക്ഷൻ വായിച്ചു എല്ലാവരും? ഓക്കെ, അപ്പോ ലേബർ റൂം എന്താണെന്നുള്ള ഐഡിയ കിട്ടിയോ എല്ലാവർക്കും? ലേബർ റൂം ഒട്ടും തന്നെ അറിയില്ലാത്ത ആളുകളോടാണ് ഞാൻ ചോദിക്കുന്നത്, എന്താണ് ലേബർ റൂം എന്ന് ഏകദേശം ഐഡിയ കിട്ടി അല്ലെ? ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ലൊക്കേഷൻ നോക്കാം. ലേബർ റൂം എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? This section should be located in a convenient but isolated area. കൺവീനിയന്റ് ആണെന്ന്. എന്താ കൺവീനിയന്റ് എന്ന് പറയുന്നത്? കൺവീനിയന്റ് അതായത് എല്ലാ ഫെസിലിറ്റികളും സൗകര്യപ്രദമായിട്ടുള്ള ഒരു ഏരിയയാണ്. പക്ഷെ എന്താണ്? ഐസൊലേറ്റഡ് ആണെന്ന്, ഒറ്റപ്പെട്ട ഒരു ഏരിയ ആണെന്ന്. നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കണ്ടിട്ടുണ്ടാവും, ലേബർ റൂം കണ്ടിട്ടുണ്ടോ? ഉള്ളിൽ കയറിയിട്ടില്ലെങ്കിലും ലേബർ റൂം എന്ന് എഴുതി വെച്ചിട്ടുള്ളത് കണ്ടിട്ടുണ്ടാവുമല്ലോ. കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല? ഹോസ്പിറ്റലിൽ പോകുമ്പോ ലേബർ റൂം എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലാലും കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഏരിയയിലായിരിക്കോ? കുറച്ചുള്ളിലോട്ട് കയറി അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ നമുക്കത് കാണാൻ പറ്റില്ല. കുറച്ച് എന്താ പറയാ, ഒരു ഐസൊലേറ്റഡ് ആയിട്ട് ഒറ്റപ്പെട്ട ഏരിയയിലൊക്കെ ആയിരിക്കും എപ്പോഴും അല്ലെ? ഉള്ളിലായിട്ട് അല്ലെങ്കിൽ
ഒറ്റപ്പെട്ട ഏരിയയിലൊക്കെ ആയിരിക്കും ലേബർ റൂം എപ്പോഴും കാണാറ്. സോ സൗകര്യപ്രദമായിരിക്കും എങ്കിലോ അത് ഒറ്റപ്പെട്ട ഒരു ഏരിയയിലുമായിരിക്കും. The labor room through remote must reachable from entrance of the department to study away from unnecessary specific while also providing privacy to patients. എന്താണ് പറയുന്നത്? അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേബർ റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻട്രിയിൽ നിന്ന് പെട്ടെന്ന് എത്താനും പറ്റണം എങ്കിലോ ഒരു പ്രൈവസി ഉണ്ടായിരിക്കണം പേഷ്യന്റിന്. അതായത് ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ കൂടി അധികം ആളുകളൊന്നും നടക്കാനൊന്നും പാടില്ല, പുറത്തധികം സൗണ്ട്സ് കാര്യങ്ങളൊന്നും പാടില്ല. സോ എങ്കിലോ എൻട്രൻസിൽ നിന്ന് പെട്ടെന്ന് എത്താനും സാധിക്കണം, പേഷ്യന്റിന് പ്രൈവസി ഉണ്ടായിരിക്കണം. ഇറ്റ് ഷുഡ് ബി നോട്ട് ഫാർ ഫ്രം OT ആൻഡ് സർജിക്കൽ യൂണിറ്റ്സ്. എങ്കിലോ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും സർജിക്കൽ യൂണിറ്റിൽ നിന്നും അകലെ ആവാനും പാടില്ല. ലേബർ റൂമിന്റെ തൊട്ടടുത്ത് തന്നെ ഓപ്പറേഷൻ തിയേറ്ററും ഈ സർജിക്കൽ യൂണിറ്റ് ഉണ്ടായിരിക്കണം. കാരണം പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഡെലിവറി ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് പേഷ്യന്റിനെ എത്തിക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ ഓപ്പറേഷൻ തിയേറ്ററിന്റെയും സർജിക്കൽ യൂണിറ്റിന്റെയും അരികിലായിട്ടായിരിക്കും എപ്പോഴും ലേബർ റൂമിൽ ലൊക്കേറ്റ് ചെയ്യുന്നത്. Then while facilitating the movement of patient avoiding cross pollution, എന്താണ് പറയുന്നത്? അകലെ ആയിരിക്കാനും പാടില്ല, OT-യുടെയും സർജിക്കൽ യൂണിറ്റിന്റെ അടുത്തായിരിക്കണം. അതുപോലെ തന്നെ പേഷ്യൻസ് മറ്റ് വ്യക്തികളുടെ നടുക്ക് മീൻസ് ഫ്രണ്ടിൽ കൂടി ഒന്നും നടക്കാൻ പാടില്ല എന്ന് ആരും അങ്ങോട്ട് ഇങ്ങോട്ടും. എന്തിനു വേണ്ടി? അവോയ്ഡിങ് ക്രോസ് പൊല്യൂഷൻ. ലേബർ റൂമിന്റെ ഉള്ളിലോട്ട് പൊല്യൂഷൻസ് മീൻസ് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ കടക്കാതിരിക്കാൻ വേണ്ടി അതിന്റെ ഫ്രണ്ടിൽ അധികം ആളുകളൊന്നും നടക്കാനും അങ്ങനത്തെ ഒരു ഒറ്റപ്പെട്ട ഒരു ഏരിയയിലായിരിക്കണം. ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ അധികം ആളുകൾ നടക്കാറുണ്ടോ? ഉണ്ടോ? നടക്കാൻ സമ്മതിക്കില്ല, പ്രൊഹിബിറ്റഡ് ആണ് അല്ലെ? എന്തുകൊണ്ടാണ്? അതിൽ കിടക്കുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ് അല്ലെ? ഓക്കെ, അപ്പൊ ലൊക്കേഷൻ പറയുന്നത് കൺവീനിയന്റ് ആണ്, ബട്ട് ഐസൊലേറ്റഡ് ആയിരിക്കണം. വായിച്ചു നോക്കാം ലൊക്കേഷൻ. വായിച്ച് മനസ്സിലാക്കാനുള്ളൂ കേട്ടോ. അതില് അണ്ടർലൈൻ ഒന്നും ചെയ്യാറില്ല പ്രത്യേകിച്ച്. വായിച്ചോ? ഓക്കെ, നെക്സ്റ്റ് വൺ പറയുന്നത് ഡിസൈൻ ആണ്. അതായത് എങ്ങനെയാണ് ലേബർ റൂമിന്റെ ഉള്ളിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, എന്തൊക്കെയാണ് ലേബർ റൂമിന്റെ ഉള്ളിലുള്ളത് നോക്കാം. ലേബർ റൂം മസ്റ്റ് ബി ഇനഫ് സൈസ് വിത്ത് ലാർജ് ഡോർസ്. ലേബർ റൂമിന് വലിയ ഡോർസുകളായിരിക്കും, മറ്റേ ഗ്ലാസ് ടൈപ്പ് ഉള്ള ഡോർസുകളായിരിക്കും. അലൗവിംഗ് പാസേജ് ഓഫ് ദ ബെഡ് ഓർ സ്ട്രക്ചർ വിത്ത് അറ്റൻഡൻസ് അല്ലെ? അതായത് സ്ട്രക്ചറും ബെഡൊക്കെ കൊണ്ടുപോകാനും മറ്റൊക്കെ ഉള്ള വലിയ ടൈപ്പ് ഡോർസ് ആയിരിക്കും. നമ്മള് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ആണെങ്കിലും അതുപോലെ ലേബർ റൂമിലൊക്കെ ആണെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വലിയ ഡോർ ആയിരിക്കും. കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. ഉള്ളിൽ കയറിയിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഡോറ് കണ്ടിട്ടില്ലേ നമ്മൾ പുറത്ത് നോക്കുമ്പോ അല്ലേ? ഓക്കെ, the labor room complex should have enough light. നല്ല ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ടാവും, നല്ല വെട്ടം വെളിച്ചമൊക്കെ ഉണ്ടാകും. Then power backup, കറണ്ട് പോയാലും ഇൻവേർട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ വെന്റിലേഷൻ സൗകര്യമുണ്ട്. ട്രയേജ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ കെയർ ഒക്കെ കൊടുക്കുന്ന ഒരു ഏരിയ, ട്രീറ്റ്മെന്റ്സ് ഒക്കെ കൊടുക്കുന്ന ഏരിയ. ക്ലീൻ യൂട്ടിലിറ്റി ഏരിയ, നല്ല ക്ലീൻ ഒക്കെ ആയിരിക്കും. അതുപോലെ ഓട്ടോക്ലേവ്ഡ് സപ്ലൈസ് ആൻഡ് കോമൺ സപ്ലൈസ്, ഓട്ടോക്ലേവ് ചെയ്തിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടാകും. അതുപോലെ കോമൺ ആയിട്ടുള്ള ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ടവൽസ്, എക്സെട്ര, തുണികളൊക്കെ ഉണ്ടാവുമല്ലോ. ദിസ് ഏരിയ ഷുഡ് ബി ഡിസൈൻഡ് ടു ബ്ലോക്ക് ഔട്ട് സൗണ്ട്. ഈ ഏരിയ അതായത് നമ്മൾ ലേബർ റൂമിന്റെ ആണെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിലും പുറത്ത് നടക്കുന്ന സൗണ്ട്സുകൾ എന്തെങ്കിലും കേൾക്കാറുണ്ടോ? കേൾക്കാൻ പറ്റും നമുക്ക്? ലേബർ റൂമിന്റെയും ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളില് പുറത്ത് നടക്കുന്ന സൗണ്ട്സ് കേൾക്കാറുണ്ടോ? ഇല്ല, കേൾക്കാൻ പറ്റില്ല അല്ലെ? അതായത് ബ്ലോക്ക് ഔട്ട് സൗണ്ട് അങ്ങനെയുള്ള ടൈപ്പ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ ഉള്ളിൽ അതിന്റെ ഓരോ വാൾസ് ആണെങ്കിലും പുറമേ നിന്നുള്ള സൗണ്ടിന്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കാത്ത രീതിയിലുള്ള ടൈപ്പ് ആയിരിക്കും. Then ensuring that patients can experience optimal comfort and relaxation. പേഷ്യന്റ് ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന പേഷ്യന്റിന് ഒപ്റ്റിമൽ ആയിട്ടുള്ള, അവർക്ക് കംഫർട്ട് ആയിരിക്കണം, അവർക്ക് റിലാക്സേഷൻ ആയിരിക്കണം. അതിനാൽ തന്നെ ഇതുപോലെ വെന്റിലേഷൻ സൗകര്യങ്ങൾ വേണം, സൗണ്ടിനെ ബ്ലോക്ക് ഔട്ട് ചെയ്യണം അല്ലെ? അതുപോലെ തന്നെ എന്താണ്? ഇനഫ് ആയിട്ടുള്ള വെളിച്ചവും മറ്റും ഇനഫ് ആയിട്ടുള്ള ലൈറ്റിനിങ് വേണം. സോ ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഫെസിലിറ്റീസ് ഫോർ എക്സാമിനേഷൻ, പ്രിപ്പറേഷൻ ആൻഡ്
ഒബ്സർവേഷൻ ആർ ഓൾസോ അവൈലബിൾ. അതുപോലെ തന്നെ എന്താണ് പേഷ്യന്റിന് വേണ്ടുന്ന എല്ലാ ഫെസിലിറ്റീസും നമ്മൾ കൊടുക്കുക. അതുപോലെ പേഷ്യന്റിന്റെ എക്സാമിനേഷൻ ചെയ്യണം, നിരീക്ഷിക്കണം എപ്പോഴും അല്ലെ. ലേബർ റൂമിൽ കിടക്കുമ്പോ പേഷ്യന്റിന് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോ കാര്യങ്ങളും കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് നോക്കും, അല്ലെങ്കിൽ BP നോക്കും, ചെക്ക് ചെയ്യലും അല്ലെ. എപ്പോഴും വന്നിട്ട് നമ്മൾ എക്സാമിനേഷൻ ചെയ്യാറുണ്ട് പേഷ്യന്റിനെ, ചെയ്യാറില്ലേ ലേബർ റൂമിൽ കിടക്കുമ്പോൾ? അല്ലാതെ പേഷ്യന്റിനെ അവിടെ ഒറ്റക്കിട്ടുണ്ട് നഴ്സുമാര് പോലെയാണോ ചെയ്യുന്നത്? അങ്ങനെയല്ല. അവർക്ക് എപ്പോഴും നല്ലൊരു എക്സാമിനേഷൻ ചെയ്തുകൊണ്ടിരിക്കും, അവരെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും, BP നോക്കും, അല്ലെങ്കിൽ എന്താണ് മറ്റേ ഡോക്ടറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് നോക്കും അല്ലെ. എപ്പോഴും ഒരു എക്സാമിനേഷൻ ഉണ്ട്. ദെൻ പ്രിപ്പറേഷൻ ആൻഡ് ഒബ്സർവേഷൻ, എപ്പോഴും അവർക്കൊരു നിരീക്ഷണം ഉണ്ടായിരിക്കും. ഇത്രയൊക്കെയാണ് ഒരു ലേബർ റൂമിന്റെ ഡിസൈൻ എന്ന് പറയുന്നത്. വലിയ ഡോർസ് ആയിരിക്കും, ഫൈനൽ ലൈറ്റ് ഉണ്ട്, പവർ ബാക്കപ്പ് ഉണ്ടാവും, വെന്റിലേഷൻസ് ഉണ്ട്, സപ്ലൈസുകൾ ഉണ്ട് അല്ലെ, സൗണ്ട്സിനെ ഒക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകും. പേഷ്യന്റിന്റെ കംഫോർട്ടും റിലാക്സേഷനും വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ ലേബർ റൂമിന്റെ ഉള്ളിൽ ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, ഡിസൈൻ വായിച്ചു നോക്കിക്കോളൂ. വായിച്ചോ? ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാട്ടോ, എളുപ്പമാണത്. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി എന്തൊക്കെയാണ് അവിടെയുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള സൗകര്യങ്ങള്. Okay, then next one, the LDR, labor, delivery and recovery complex can be divided into 3 zones. Very very important ആണ്. എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടുന്ന്. ഏതെങ്കിലും രീതിയിൽ ചോദിക്കുക കേട്ടോ. സൈഡിൽ മാർക്ക് ചെയ്ത് വെച്ചോളൂ, നമുക്ക് ഇതൊന്ന് തന്നെ പഠിക്കണം. സൈഡിൽ മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അതായത് ലേബർ LDR, ലേബർ ഡെലിവറി റിക്കവറി കോംപ്ലക്സിനെ 3 സോണുകളായിട്ടാണ് പറയുന്നത്. 3 സോണുകളുടെ പേര് ശ്രദ്ധിക്കുക. അൺസ്റ്റെറൈൽ സോൺ, പ്രൊട്ടക്റ്റീവ് സോൺ ആൻഡ് ഡെലിവറി സോൺ. അൺസ്റ്റെറൈൽ, പ്രൊട്ടക്റ്റീവ് സോൺ, ദെൻ ഡെലിവറി സോൺ. ഇനി ഓരോ സോണിലും ഉൾപ്പെടുന്നത് ഏതെല്ലാം ഏരിയകളാണ്? ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ നോക്കാം. അൺസ്റ്റെറൈൽ സോൺ, അതായത് സ്റ്റെറൈൽ ഒന്നും ചെയ്യാത്ത ഏരിയകള്. അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാലോ ഏതൊക്കെയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ അണ്ടർലൈൻ ചെയ്യാം. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, വെയിറ്റിംഗ് ഏരിയ, പബ്ലിക് യൂട്ടിലിറ്റി എക്സെട്ര. ഇത് 3ഉമാണ് സ്റ്റെറൈൽ ചെയ്യാത്തത്, അതായത് അൺസ്റ്റെറൈൽ സോൺ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, വെയിറ്റിംഗ് ഏരിയ, പബ്ലിക് യൂട്ടിലിറ്റി. ഇവിടെ ഒന്നും സ്റ്റെറൈൽ ഒന്നും ചെയ്യാത്ത ഏരിയകളാണ് അല്ലെ. പേഷ്യന്റ് അല്ലല്ലോ, പേഷ്യന്റ് ഉള്ളിലല്ലേ കിടക്കുന്നത്. ദെൻ പ്രൊട്ടക്റ്റീവ് സോൺ. ഓക്കെ, പ്രൊട്ടക്റ്റീവ് സോൺ, പ്രൊട്ടക്റ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം സ്റ്റെറൈൽ ഒക്കെ ചെയ്തിട്ടുള്ള വെൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. ചേഞ്ച് റൂം, പ്രീ ലേബർ റൂം, മെഡിസിൻ സ്റ്റോർ, ഡ്യൂട്ടി റൂം. ഇതൊക്കെയാണ് പ്രൊട്ടക്റ്റീവ് സോണിൽ പറയുന്നത്. ആ പേരുകൾ മാത്രം പഠിച്ചാൽ മതി. ഓരോന്നിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പഠിക്കാനില്ല, പേരുകൾ മാത്രം നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുക. ചേഞ്ച് റൂം, പ്രീ ലേബർ, ദെൻ മെഡിസിൻ സ്റ്റോർ, ഡ്യൂട്ടി റൂം. ഇതെല്ലാം പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഏരിയകളാണ്. ഇനി ലാസ്റ്റ് വൺ, ഡെലിവറി സോൺ. ഡെലിവറി സോൺ കൺസിസ്റ്റ് ചെയ്യുന്നത് ക്ലീൻ സപ്ലൈ ഓഫ് റൂം, സ്ക്രബ് സ്റ്റേഷൻ ആൻഡ് ഡെലിവറി റൂം എക്സെട്ര. വായിച്ചു നോക്കാം കേട്ടോ.
ഓക്കെ, ഇപ്പൊ ഒന്നുകൂടി പറയാം. LDR അല്ലെങ്കിൽ ലേബർ ഡെലിവറി റിക്കവറി കോംപ്ലക്സിൽ നമ്മൾ 3 സോണുകളായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. ഏതൊക്കെയായിരുന്നു? അൺസ്റ്റെറൈൽ സോൺ, പ്രൊട്ടക്റ്റീവ് സോൺ, ദെൻ ഡെലിവറി സോൺ. അപ്പോ അൺസ്റ്റെറൈൽ സോൺ കൺസിസ്റ്റ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, വെയിറ്റിംഗ് ഏരിയ, പബ്ലിക് യൂട്ടിലിറ്റി. ദെൻ പ്രൊട്ടക്റ്റീവ് സോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ച് റൂം, പ്രീ ലേബർ റൂം, മെഡിസിൻ സ്റ്റോർ, ഡ്യൂട്ടി റൂം. ഇനി ഡെലിവറി സോൺ കൺസിസ്റ്റ് ചെയ്യുന്നത് ക്ലീൻ സപ്ലൈ ഓഫ് റൂം, ദെൻ സ്ക്രബ് സ്റ്റേഷൻ. സ്ക്രബ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് എന്താ പറയാ, സിങ്ക് ഒക്കെ ഉണ്ടല്ലോ, വാഷ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന സിങ്ക് കാര്യങ്ങളും. ദെൻ ഡെലിവറി റൂം. ഓക്കെ, ഇപ്പൊ ഇത് നിങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സോണും പഠിക്കണം. ഓരോ സോണിൽ കൺസിസ്റ്റ് ചെയ്തത് ഏതൊക്കെ ഏരിയകളാണ്. എക്സാമിന് 2 രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാൻ ജസ്റ്റ് ഒരു മോഡൽ പറയാം. അതായത് എക്സാമിന് ചോദിക്കുകയാണ്. എക്സാമ്പിൾ ആയിട്ട് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം: ചേഞ്ച് റൂം, പ്രീ ലേബർ റൂം, മെഡിസിൻ സ്റ്റോർ, ഡ്യൂട്ടി റൂം. ഇതിപ്പോ ഒരു ഹൈഫൻ ഇട്ടിട്ട് പറയുന്നതാണ്. ഐഡന്റിഫൈ വിച്ച് സോൺ ഇൻ LDR. ഐഡന്റിഫൈ ചെയ്യാൻ LDRലെ ഏത് സോൺ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറയുന്നതാണ്. ഏതൊക്കെയായിരുന്നു വരുന്നത്? ചേഞ്ച് റൂം, പ്രീ ലേബർ റൂം, ദെൻ മെഡിസിൻ സ്റ്റോർ, ഡ്യൂട്ടി റൂം. ഏതായിരിക്കും ആൻസർ? ഏത് സോൺ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ്. അപ്പൊ ആൻസർ ഏതാ വരാ? പ്രൊട്ടക്റ്റീവ് സോൺ അല്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ അത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടും ചോദിക്കാം. പ്രൊട്ടക്റ്റീവ് സോൺ ഇൻക്ലൂഡഡ് ഏതൊക്കെയാണ്? പ്രൊട്ടക്റ്റീവ് സോണിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഏരിയകൾ ഏതെല്ലാം? അല്ലെങ്കിൽ ഓഡ് വണ്ണായിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഏത് രീതിയിൽ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ ഓരോ സോണും ഓരോ സോണിലുള്ള ഏരിയകൾ ഏതൊക്കെയാണെന്ന് ബൈഹാർട്ട് ചെയ്തിട്ട് പഠിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഏരിയകൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അല്ലാതെ ഓരോ ഏരിയ എന്താണെന്ന് ഒന്നും പഠിക്കേണ്ട. ജസ്റ്റ് ആ പേരുകൾ അതുപോലെ തന്നെ പഠിച്ചു വെക്കാം. അങ്ങനെ പഠിക്കാൻ കുഴപ്പമില്ലല്ലോ. ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല. ഈ 3 സോണുകൾ എന്തായാലും എക്സാമിന് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിന് നമ്മൾ വെറുതെ ചുമ്മാ ഒരു മാർക്ക് കളയേണ്ട ആവശ്യമില്ല. നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കും. ഒരു 3 പ്രാവശ്യം വായിക്കണം കേട്ടോ. 3 പ്രാവശ്യം ഞാൻ വായിക്കാൻ പറയുന്നത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ആ 3 പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ അത് പഠിച്ചിരിക്കും. ഒരുവിധം നിങ്ങൾ പഠിക്കും. ഓക്കെ, വായിച്ചു നോക്കാം. അണ്ടർലൈൻ ചെയ്യണോട്ട് എല്ലാ പോയിന്റ്സും അണ്ടർലൈൻ ചെയ്യണം. സൈഡില് ഇമ്പോർട്ടന്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. മൂന്ന് പ്രാവശ്യം വായിക്കുമ്പോൾ അത് മാക്സിമം പഠിച്ചു എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. വായിച്ചോ? പഠിച്ചോ? 3 പ്രാവശ്യം വായിച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും 2 സോണെങ്കിലും പഠിച്ചോ? കംപ്ലീറ്റ് പഠിച്ചത് ഞാൻ ചോദിക്കണില്ല. 2 സോൺസ് എങ്കിലും പഠിച്ചോ? പഠിച്ചു. ഓക്കെ, ഇനി പഠിക്കാത്തവര് പഠിക്കണം കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. ഷുവർ ആയിട്ട് നമുക്ക് അത് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ 3 പ്രാവശ്യം വായിക്കാൻ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് വൺ നോക്കുന്നത് ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ്. അതായത് ഒരു ലേബർ റൂമിലെ ഫെസിലിറ്റീസ്, സൗകര്യങ്ങളും ആവശ്യങ്ങളും എന്തൊക്കെയാണെന്ന്. നഴ്സിംഗ് സ്റ്റേഷൻ അല്ലെ? ലേബർ റൂമിൽ ഒരു നഴ്സിംഗ് സ്റ്റേഷൻ ഉണ്ടായിരിക്കും. സൂപ്പർവൈസേഴ്സ് ഓഫീസ്, അതുപോലെ വെയിറ്റിംഗ് റൂം അല്ലെ? ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ ഒരു വെയിറ്റിംഗ് അല്ലെ? ആളുകള് ആ പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡേഴ്സ് ഇരിക്കുന്ന ഒരു ഏരിയ ഉണ്ടാകും അല്ലെ? നിങ്ങൾ കണ്ടിട്ടില്ലേ ലേബർ റൂമിന്റെ പുറത്ത് അല്ലെ? ടെൻഷനൊക്കെ ആയിട്ട് കാത്തിരിക്കുന്നുണ്ടാവും അല്ലെ? വെയിറ്റിംഗ് റൂം ഉണ്ടായിരിക്കും. സ്ക്രബ് ഏരിയാസ് ആൻഡ് വാഷിംഗ് ഏരിയാസ്, അതുപോലെ തന്നെ സ്ക്രബ് ഏരിയ, വാഷ് ചെയ്യാനും സ്ക്രബിംഗ് ഏരിയ, ചില വാഷ് ബേസിനൊക്കെ പോലെ തന്നെ. ഡ്യൂട്ടി റൂംസ്,
ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ക്ലോത്ത്സ് ചേഞ്ചിങ് ഏരിയ, ലേബർ റൂമിനുള്ളിൽ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ടാവും, അതുപോലെ ഡ്രസ് ക്ലോത്ത്സ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഏരിയ ഉണ്ടായിരിക്കും. റൂംസ് ഡിസൈൻഡ് ഫോർ ദ സ്റ്റോറേജ് ഓഫ് എക്യുപ്മെന്റ് ആൻഡ് മെഡിസിൻ, അതുപോലെ തന്നെ എക്യുപ്മെന്റ്സുകളും മെഡിസിൻസ് ഒക്കെ സ്റ്റോറേജ് ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു സെപ്പറേറ്റ് റൂം ഉണ്ടായിരിക്കും. സ്റ്റെറിലൈസിംഗ് ഫെസിലിറ്റി, നമ്മൾ ലേബർ റൂമിൽ ഉപയോഗിക്കുന്ന ഓരോ എക്യുപ്മെന്റ്സും സ്റ്റെറിലൈസ് ചെയ്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. സോ ഈ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റികൾ ഉണ്ടായിരിക്കും. ക്ലിനിക്കൽ ഏരിയ, നമ്മൾ പേഷ്യൻസിന് ചികിത്സയൊക്കെ നൽകുന്ന ഏരിയ ഉണ്ടായിരിക്കും. ടൈൽഡ് ആൻഡ് ആന്റി സ്കിഡ് ഫ്ലോറിംഗ്, ടൈലിട്ടതും അതുപോലെ ആന്റി സ്കിഡ് ഫ്ലോറിംഗ്, അതായത് അധികം മിനുസമില്ലാത്ത ടൈലുകൾ ഉണ്ടല്ലോ, സ്കിഡ് ആവാത്ത രീതിയിലുള്ള ടൈൽസ് ഇട്ട ഏരിയ ഉണ്ടായിരിക്കും. സെൻട്രലി എയർ കണ്ടീഷണഡ് അല്ലെ, ലേബർ റൂം ആണെങ്കിലും ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ എങ്ങനെയായിരിക്കും? എയർ കണ്ടീഷണഡ് ആയിരിക്കും അല്ലേ? ആണോ? ഓപ്പറേഷൻ തിയേറ്റർ ആണെങ്കിലും ലേബർ റൂം ഒക്കെ ആണെങ്കിലും എയർ കണ്ടീഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഒരു ലേബർ റൂമിൽ വരുന്ന ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. ആവശ്യങ്ങളും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരിക്കേണ്ട സൗകര്യങ്ങൾ. വായിച്ചു നോക്കിയ പോയിന്റ്സുകളാണ്, വായിച്ചു നോക്കുക കേട്ടോ. Complete it all. Okay, the next one, labor ward protocols. Labor ward protocols. The protocols for labor ward offer explicit instruction for managing ward activities, ensuring the ward operates efficiently and delivers excellent medical care to pregnant women. These protocols are regarded to be. അപ്പൊ പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് വാർഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചോ? ഹോസ്പിറ്റൽ വാർഡ് പഠിച്ചായിരുന്നോ? പഠിച്ചു. രണ്ടുപേര് പഠിച്ചിട്ടുള്ളോ? ബാക്കി ആരും പഠിച്ചിട്ടില്ല? ഓക്കെ, പഠിച്ചിട്ടുണ്ട്, എല്ലാവരും പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്താ പെട്ടെന്ന് ചോദിച്ചപ്പോ ആദ്യം ഫസ്റ്റ് രണ്ടുപേര് മാത്രം തമ്മിട്ടുള്ളൂ, ഈ രണ്ടുപേര് മാത്രം പഠിച്ചിട്ടുള്ളൂ എന്ന് ഞാൻ ചോദിച്ചത്. അല്ല, എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അതിൽ വാർഡ് പ്രോട്ടോകോൾസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അതായത് ആ വാർഡില് പാലിക്കേണ്ട കുറച്ച് നിയമ നടപടികൾ എങ്ങനെയൊക്കെയാണ് അല്ലെ, ഇങ്ങനെയാണ് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പഠിച്ചു. അപ്പൊ അതുപോലെ തന്നെ നമ്മള് ലേബർ റൂമിലും പ്രോട്ടോകോൾസ് ഒക്കെ പാലിക്കണം. അതായത് കുറച്ചതുപോലെ അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനും അങ്ങനെയുള്ള കുറച്ച് നടപടി ക്രമങ്ങളെയാണ് എന്ത് വിളിക്കുക? ഈ വാർഡ് അല്ലെങ്കിൽ ലേബർ റൂമില് ആ ഒരു പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. So the protocols for labor ward offer explicit instructions for managing ward activities. എന്താ ലേബർ റൂം എന്ന് പറഞ്ഞാൽ ആ ഒരു വാർഡില ആക്ടിവിറ്റീസിനെ മാനേജ് ചെയ്യാനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസുകളാണ് ഈ പ്രോട്ടോകോൾസിൽ പറയുന്നത്. എങ്ങനെയാണ് അവിടെ പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ പരിചരണം കൊടുക്കേണ്ടത് എന്നിങ്ങനെയുള്ള അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് ആണത് അല്ലെ. വാർഡ് പ്രവർത്തനങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും നമ്മളത് എങ്ങനെയത് എഫിഷ്യന്റ് ആയിട്ടാണോ അവർ ചെയ്യുന്നത്, അതുപോലെ പ്രഗ്നന്റ് വുമണിന് എക്സലന്റ് ആയിട്ടുള്ള ഒരു കെയർ കൊടുക്കുന്നുണ്ടോ, ഇതൊക്കെ ഈ പ്രോട്ടോകോൾസ് ഉറപ്പാക്കുന്നതിനാണ് ഈ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഇത് ചെയ്യുവാനായിട്ട്. ട്രീറ്റ്മെന്റ്സ് കൊടുക്കാനും കെയർ കൊടുക്കാനും ഇതെല്ലാം ഈ പ്രോട്ടോകോൾസ് അനുസരിച്ച് കൊണ്ടായിരിക്കണം. ഇനി പറയുന്നത് ദീസ് പ്രോട്ടോകോൾസ് ആർ റിഗാർഡഡ് ടു ബി. ഇനി എന്തൊക്കെയാണ് ഈ പ്രോട്ടോകോൾസ് എന്നാണ് ഇനി താഴെ രണ്ട് പോയിന്റ്സുകളിലായിട്ട് പറയുന്നത്. Administration and policies encompass the duties and obligations of administrative and professional responsibilities, criteria for admission, traffic control, ward regulations, disaster management, etc. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായിട്ടുള്ള നയങ്ങളും കടമകളൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. സോ നമ്മൾ അഡ്മിറ്റ് ചെയ്യുമ്പോഴുള്ള അഡ്മിഷൻ ക്രൈറ്റീരിയ, അതുപോലെ ട്രാഫിക് കൺട്രോൾസ് അല്ലെ. ട്രാഫിക് കൺട്രോൾ ഉദ്ദേശിക്കുന്നത് ഒരുപാട് പേഷ്യൻസ് വരുമ്പോൾ അവരത് കൺട്രോൾ ചെയ്യാം. വാർഡ് റെഗുലേഷൻസ്, പോളിസികളും നയങ്ങളൊക്കെ വാർഡിനുള്ളിലുള്ള. ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഇതൊക്കെയാണ് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇനി രണ്ടാമതായിട്ട് പറയുന്നത് ക്ലിനിക്കൽ റെക്കമെൻഡേഷൻസ് ദാറ്റ് കവർ ഇൻ പേഷ്യന്റ് കെയർ,
മാനേജ്മെന്റ് ഓഫ് ലേബർ, പോസ്റ്റ് പാർട്ടം കെയർ, ന്യൂ ബോൺ കെയർ എക്സെട്ര. ക്ലിനിക്കൽ ചികിത്സാപരമായിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രോട്ടോകോൾസുകൾ അനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണ്? എന്താ പറയാ, പോസ്റ്റ് പാർട്ടം കെയർ, അതായത് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള കെയർ, അതുപോലെ തന്നെ ന്യൂ ബോൺ, കുഞ്ഞിന് ജനിച്ചു കഴിഞ്ഞിട്ട് കുഞ്ഞിനുള്ള ന്യൂ ബോൺ കെയർ ഒക്കെ നമ്മൾ നൽകുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഈ കൃത്യമായിട്ടുള്ള പ്രോട്ടോകോൾസ് അനുസരിച്ച് കൊണ്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുവാൻ. ഓക്കെ, അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അയച്ചോ, കംപ്ലീറ്റ് ചെയ്ത പ്രോട്ടോകോൾസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ലേബർ ടേബിൾ ഈസ് വൺ ഓഫ് ദ ക്രൂഷ്യൽ ടൂൾസ് ആൻഡ് എക്വിപ്മെന്റ് യൂസ്ഡ് ഇൻ ദ ഡെലിവറി റൂം. അണ്ടർലൈൻ ചെയ്യാം. ലേബർ ടേബിൾ എന്ന് പറയുന്നതാണ് ലേബർ റൂമിലെ ക്രൂഷ്യൽ, വൺ ഓഫ് ദ ക്രൂഷ്യൽ ടൂൾ ആൻഡ് എക്വിപ്മെന്റ്. ലേബർ റൂമിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൂൾ അല്ലെങ്കിൽ എക്വിപ്മെന്റ് എന്ന് പറയുന്നതാണ് ലേബർ ടേബിൾ. ലേബർ ടേബിൾ അതായത് ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള വുമണിന് നമ്മൾ ഡെലിവറിക്ക് വേണ്ടിയിട്ട് നമ്മൾ കിടത്തുന്ന ആ ഒരു ലേബർ ടേബിൾ ഒരു പ്രത്യേകത നിറഞ്ഞൊരു ടേബിൾ ആണ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാം. ലേബർ ടേബിൾ ഈസ് വൺ ഓഫ് ദ ക്രൂഷ്യൽ ടൂൾ ആൻഡ് എക്വിപ്മെന്റ് യൂസ്ഡ് ഇൻ ദ ഡെലിവറി റൂം. ഓക്കെ, അപ്പൊ ലേബർ ടേബിൾ ആണ് ക്രൂഷ്യൽ ആയിട്ടുള്ള എന്താ ടൂൾ അല്ലെങ്കിൽ എക്വിപ്മെന്റ് എന്ന് പറയുന്നത്. ഇനി താഴെ പറയുന്ന കുറച്ച് എക്യുപ്മെന്റ്സുകളും കൂടി നമ്മൾ ലേബർ റൂമിൽ ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് എക്യുപ്മെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, പരിചിതമായിട്ടുള്ള എക്യുപ്മെന്റുകളാണ്. റേഡിയൻ വാർമർ കേട്ടിട്ടുണ്ടോ? റേഡിയൻ വാർമർ, റേഡിയൻ വാർമർ. എന്തിനാ റേഡിയൻ വാർമർ ഉപയോഗിക്കുന്നത്? ഇല്ല, കേട്ടിട്ടില്ല ശ്രീലക്ഷ്മി. ഞാൻ പറയുന്നത് കുറച്ചും കൂടി ഐഡിയ കിട്ടും കേട്ടോ. റേഡിയൻ വാർമർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും കുഞ്ഞിന് ചൂടിൽ കിടത്തിക്കണം എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? അത് കേട്ടിട്ടുണ്ടോ? കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ടേ കുഞ്ഞിനെ നമ്മൾ വാമറിൽ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് അത് കേട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ പേരറിയില്ല എന്നുള്ള എക്യുപ്മെന്റിന്റെ ആ എക്യുപ്മെന്റിന്റെ പേരാണ് റേഡിയൻ. ഒരു ഗ്ലാസ് പോലെ നമ്മൾ ആ കുഞ്ഞിനെ അതിൽ കിടത്തി വെച്ചിട്ടാകും. കുഞ്ഞിന്റെ ശരീരത്തിൽ ആ ടെമ്പറേച്ചർ കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് കുഞ്ഞിന് ആ ഒരു ചൂട് കിട്ടാൻ വേണ്ടി, ടെമ്പറേച്ചർ ശരീരത്തിന്റെ താപനില നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേഡിയൻ വാർമർ ഉപയോഗിക്കുന്നത്. കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മൾ കുറച്ച് നേരം കുഞ്ഞിന് ചൂടിൽ നമ്മൾ ഇടുന്നൊക്കെ പറയാറുണ്ട് അല്ലെ? അങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്താ എക്യുപ്മെന്റിന്റെ പേര് അറിയില്ല അല്ലെ? ഈ കാണാത്തവരുണ്ടോ എക്യുപ്മെന്റ് റേഡിയൻ വാർമർ? കാണാത്തവരുണ്ടോ ആരെങ്കിലും? നെക്സ്റ്റ് ക്ലാസ്സിലെ അടുത്ത ക്ലാസ്സിൽ ഞാൻ അതിന്റെ പിക്ചർ കാണിച്ചു തരാം. ഈ റേഡിയൻ വാർമർ ഈ സംഭവങ്ങളുടെയൊക്കെ പിക്ചർ കാണിച്ചു തരാം. ഓക്കെ, ഓർമ്മിപ്പിച്ചാൽ മതി നിങ്ങൾ. ചിലപ്പോ ഞാൻ വിട്ടു പോകും. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഞാൻ എടുത്തിട്ടില്ല, അത് വിട്ടുപോയി. അല്ലെങ്കിൽ ഞാൻ പിക്ചർ ഒന്ന് എടുത്തിട്ട് നിങ്ങൾ കാണിച്ചാണ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഞാൻ കാണിക്കാം കേട്ടോ പിക്ചർ. കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. അപ്പൊ റേഡിയൻ വാർമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന്റെ ചൂട് നമ്മൾ ചൂടിലൊക്കെ ഇടുന്നതാണ്. കുഞ്ഞിന്റെ ശരീര താപനില നിലനിർത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ റേഡിയൻ വാർമർ ഉപയോഗിക്കുന്നത്. സ്റ്റെറിലൈസേഴ്സ് നമ്മൾ പറഞ്ഞല്ലോ, സ്റ്റെറിലൈസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സുകൾ, സ്റ്റെറിലൈസ് ചെയ്യുന്ന ഉപകരണം. ഫോയിറ്റൽ ഡോപ്ലർ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഫോയിറ്റൽ ഡോപ്ലർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് നമ്മളുടെ ഗർഭസ്ഥ ശിശുവിന്റെ കുഞ്ഞി പുറത്തേക്ക് വന്നിട്ടില്ല, കുഞ്ഞിന് നമ്മൾ എന്താ പറയാ ഗർഭസ്ഥ ശിശുവിന്റെ ഒരു ഹാർട്ട് ബീറ്റ് നോക്കുന്ന ഉപകരണം. ഇത് ചെറിയൊരു എക്യുപ്മെന്റ് ആണ് അല്ലെ? നമ്മള് ഈ അബ്ഡോമിനും നമ്മൾ വയറിന് മുകളിലൂടെ ഇങ്ങനെ ഒന്ന് ഡോക്ടർ പരിശോധിക്കും അല്ലെ? അപ്പൊ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാനായിട്ട് സാധിക്കും. എന്നാൽ ഫോയിറ്റൽ ഡോപ്ലർ എന്ന് പറയുന്നത് ഗർഭസ്ഥ ശിശുവിന്റെ ഹാർട്ട് ബീറ്റ് നോക്കുന്നതാണ് ഫോയിറ്റൽ ഡോപ്ലർ. ചെറിയൊരു ഉപകരണമാണ്. ഫോയിറ്റൽ ടോക്കോകാർഡിയോഗ്രാഫ് ഇതുപോലെ തന്നെ കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് നോക്കുന്ന ഉപകരണമാണ്. ഈ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് ഗ്രാഫ് രൂപേണ ഇങ്ങനെ പ്രിന്റ് പോലെ അപ്പൊ തന്നെ ഇങ്ങനെ അടിച്ചു കിട്ടും. ലേബർ റൂമിന്റെ ഉള്ളിലാണെങ്കിൽ ഈ ഒരു എക്യുപ്മെന്റ് ഉണ്ടാവും. പേഷ്യന്റിനെ നമ്മൾ ഒരു ബെഡിലേക്ക് എടുക്കും. ആ ബെഡിന്റെ സൈഡിലായിട്ട് ഒരു ടേബിൾ ഉണ്ടാകും. ടേബിളില് ഡോക്ടർ എന്ത് ചെയ്യും? ഈ നമ്മളുടെ ഈ ഡോക്ടർ വെച്ചിട്ട് കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് നോക്കും. ചെക്ക് ചെയ്യുമ്പോൾ ആ ഹാർട്ട് ബീറ്റ് ഗ്രാഫ് രൂപത്തിൽ ഇങ്ങനെ പ്രിന്റർ പോലെ ഇങ്ങനെ അടിച്ചിട്ട് ആ ഒരു ഗ്രാഫ് കിട്ടും.
ഓക്കെ, ഈ ഇത്രയും എക്യുപ്മെന്റ് ആണ് നമ്മൾ ഹോസ്പിറ്റലില് ഉപയോഗിച്ച് വരുന്നത്. ഹോസ്പിറ്റലിലല്ല, സോറി, ലേബർ റൂമിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ. ലേബർ ടേബിൾ ആണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂൾ അല്ലെങ്കിൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. സ്റ്റെറിലൈസ്ഡ് എക്യുപ്മെന്റ് ഉണ്ട്, അതുപോലെ ഫോയിറ്റൽ ഡോപ്ലർ, കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് നോക്കുന്നത്, ഫോയിറ്റൽ ടോപ്പോകാർഡിയോഗ്രാഫ്, കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് എന്താ ഗ്രാഫ് രൂപേണ ലഭിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പിക്ചർ കാണിക്കാം കേട്ടോ. ഈ റേഡിയൻ വാമറും ഫോയിറ്റൽ ഡോപ്ലറും ഫോയിറ്റൽ ടോപ്പോകാർഡിയോഗ്രാഫും. ഓക്കെ, ഓർമ്മിപ്പിക്കണോട്ടോ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ. ഓർമ്മിപ്പിക്കൂലേ? ഞാൻ ചിലപ്പോ വിട്ടുപോകും അത്. അടുത്ത ക്ലാസ്സിൽ പിക്ചർ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ എന്ന് പറയുന്നത്. These tools and accessories need to be cleaned, set aside and dried after each use. അപ്പോ ഈ എക്യുപ്മെന്റ്സുകളൊക്കെ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ അത് ക്ലീൻ ചെയ്യണമെന്ന്. ഓരോ ഉപയോഗത്തിന് ശേഷവും ക്ലീൻ ചെയ്യുക, then dried. അതിനകത്ത് നനവും ഈർപ്പും ഒന്നും പാടില്ല. ഓരോ ഉപയോഗത്തിന് ശേഷം അത് ഡ്രൈ ആയിട്ട് സൂക്ഷിക്കണം, തുടച്ച് നീറ്റായിട്ട് വൃത്തിയാക്കണം. Then all labor room equipment must be good functioning. എല്ലാം നല്ല വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കണം. Order and be prepared for usage according to staff. അതുപോലെ തന്നെ എന്താണ്, ജീവനക്കാർ അതനുസരിച്ചിട്ട് ഓരോ എക്യുപ്മെന്റും ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിപ്പിക്കണം എന്ന്. അറിയില്ല എങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കാം, ചെയ്ത് നോക്കണം. then എല്ലാ എക്യുപ്മെന്റ്സുകളും വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കണം. ഇപ്പൊ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ ആ ബാറ്ററി ഫുൾ ചാർജ് ആണോ, ചാർജ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കിയിരിക്കണം. ഓക്കെ, അയച്ചു നോക്കിക്കോളൂ ഈ ഒരു സെക്ഷൻ കേട്ടോ. ലേബർ ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്. then ഇതും ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കും. ലേബർ റൂമിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ, റേഡിയൻ വാമർ, സ്റ്റെറിലൈസേഴ്സ്, ഫോയിറ്റൽ ഡോപ്ലർ, ഫോയിറ്റൽ ടോപ്പോകാർഡിയോഗ്രാഫ്. ഓക്കെ, 4 എണ്ണം പേരുകൾ ഓർത്ത് വെക്കാം. Complete ചെയ്തോ? Okay, then next one, measures to maintain safety. അതായത് സേഫ് ആയിരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട മെഷേഴ്സുകൾ എന്തൊക്കെയാണെന്ന്, സുരക്ഷിതമായിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ. Okay, നോക്കാം. Standard safety procedure must be followed by all medical staff. ലേബർ റൂമിൽ വർക്ക് ചെയ്യുന്ന എല്ലാ മെഡിക്കൽ സ്റ്റാഫുകളും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സേഫ്റ്റി പ്രൊസീജിയേഴ്സ് പാലിച്ചിരിക്കണം. Periodic in service and training section on infection control to be held. എന്താണ് പറയുന്നത്? ഇൻഫെക്ഷൻ കൺട്രോൾ, അണുബാധ നിയന്ത്രണത്തെ കുറിച്ചിട്ടുള്ള ഒരു ട്രെയിനിങ്സുകളും മറ്റും സ്റ്റാഫുകൾക്ക് നൽകിയിരിക്കണം. The clothing worn should be sanitary and clean. അതുപോലെ നമ്മൾ ലേബർ റൂമിനുള്ളിൽ ധരിക്കുന്ന ക്ലോത്തിങ് വോൺ, വസ്ത്രങ്ങൾ സാനിറ്റൈസ് ചെയ്യണം, ക്ലീൻ ചെയ്യണം. PPE has to be accessible. PPE ധരിക്കണം. എന്താ PPE ഫുൾ ഫോം? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, ഗ്ലൗസ്, മാസ്ക് അല്ലെ തുടങ്ങിയ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കണം. Then training for employees on general and particular practices. പൊതുവായിട്ടുള്ളതും അതുപോലെ പ്രത്യേകമായിട്ടുള്ള ട്രെയിനിങ്സുകൾ എംപ്ലോയീസിന് നൽകണം. All infection
Patients should be admitted in accordance with hospital protocols. Infection ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവരെ ഹോസ്പിറ്റലിന്റെ പ്രോട്ടോകോൾസ് അനുസരിച്ച് വേണം അഡ്മിറ്റ് ചെയ്യുവാൻ. എക്സാമ്പിൾ പറയണമെങ്കിൽ കോവിഡ് ആയിട്ട് ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൺ ആണെങ്കിലും കോവിഡ് വന്നൊരു ടൈമിലൊക്കെ ആണെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ട് പ്രോട്ടോകോൾസ് ഒക്കെ പാലിച്ചുകൊണ്ട് ഐസൊലേറ്റ് ഒക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത്. ആണോ? ഓർക്കുന്നുണ്ടോ? കോവിഡ് ടൈമിലെ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നത് ആ പ്രോട്ടോകോൾസും അനുസരിച്ചുകൊണ്ട് ഐസൊലേറ്റഡ് ഒക്കെ ആയിട്ടാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ എന്തെങ്കിലും മറ്റ് ഇൻഫെക്ഷൻ ആയിട്ടുള്ള അസുഖങ്ങളുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരെ ഹോസ്പിറ്റലിന്റെ പ്രോട്ടോകോൾസ് അനുസരിച്ചുകൊണ്ട് വേണം അഡ്മിറ്റ് ചെയ്യുവാൻ. All fitting clothing tools and waste എല്ലാം ഫിറ്റിംഗ് ക്ലോത്തിങ് ടൂൾസ്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന മാസ്ക് ആണെങ്കിലും ഗ്ലൗസ് ആണെങ്കിലും എല്ലാം ഫിറ്റഡ് ആയിട്ടുള്ളത് ഉപയോഗിക്കാൻ പാടുള്ളൂ. And waste need to be treated as contaminated and handled carefully. അതുപോലെ തന്നെ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നതും ട്രീറ്റ് ചെയ്യുന്നതും ഹാൻഡിൽ കെയർഫുൾ ആയിട്ട് വേണമെന്ന്. അതായത് ഇപ്പോ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള വേസ്റ്റുകളൊക്കെ ഉണ്ടാകുമല്ലോ, അപ്പൊ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് എന്താ പറയാ പ്രത്യേകം ശ്രദ്ധ കെയർഫുൾ ആയിട്ട് വേണം ഹാൻഡിൽ ചെയ്യുവാൻ. Instruments and other supplies are cleaned, sterilized and processed. അതുപോലെ നമ്മൾ ലേബർ റൂമിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സുകൾ അല്ലെ എക്യുപ്മെന്റ്സുകൾ ക്ലീൻ ചെയ്യണം, സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം അത് പ്രോസസ് ചെയ്യാൻ. Patients should be provided with sterile robes. പേഷ്യൻസിന് നമ്മൾ റോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന് കൊടുക്കുന്ന വസ്ത്രം, അതായത് ഇപ്പോ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കയറുമ്പോ നമ്മളുടെ നോർമൽ ഡ്രസ് ഇട്ടുകൊണ്ടാണോ ഓപ്പറേഷൻ തിയേറ്ററിൽ? ആണോ? നിങ്ങൾ വീട്ടിൽ നിന്നിരിക്കുന്ന നോർമൽ ഡ്രസ് ഇട്ടുകൊണ്ട് തന്നെ ആയിരിക്കും ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിലും ലേബർ റൂമിലാണെങ്കിലും? അല്ല അല്ലെ, അവരൊരു ഡ്രസ്സ് തരും, ഒരു ചെറിയൊരു എന്താ പറയാ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഗൗൺ പോലത്തെ അല്ലെ, അതിനെയാണ് സ്റ്റെറൈൽ റോബ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ പേഷ്യൻസിന് കൊടുക്കുന്നത് സ്റ്റെറൈൽ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് അവർ തരുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, ഏകദേശം ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് കളറൊക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ അത് സ്റ്റെറൈൽ റോബ്, സ്റ്റെറൈൽ ചെയ്തിട്ടുള്ള ഈ റോബ്സ് ഡ്രസ് ആയിരിക്കണം പേഷ്യൻസിന് കൊടുക്കുക. And evaluation of an employee's health is crucial. അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ ഹെൽത്തും ഇവാലുവേറ്റ് ചെയ്യണമെന്ന് അവിടെ നിൽക്കുന്ന എംപ്ലോയീസിന്റെയും. കാരണം ഇതുപോലെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് അവരുടെ ഹെൽത്ത് കൂടി ഒന്ന് ഇവാലുവേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഇത്രയുമാണ് നമ്മള് മെയിൻറ്റെയിൻ സേഫ്റ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട മെഷർമെന്റ്സുകൾ എന്ന് പറയുന്നത്. ലേബർ റൂമിന്റെ ഉള്ളിൽ അത് സ്റ്റാഫുകൾക്കാവാം പേഷ്യൻസിനാണെങ്കിലും നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് സുരക്ഷ ഉറപ്പ് നൽകാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ വായിച്ചു നോക്കാം കേട്ടോ. പോയിന്റ്സുകൾ PPE അറിയാലോ, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് വായിച്ചു നോക്കാം, ഓരോ പോയിന്റ് മനസ്സിലാക്കി വായിക്കുക കേട്ടോ. സെക്കൻഡ് പോയിന്റ് ആണോ? Periodic in service and training section in infectious control to be held. അതായത് ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് പ്രോഗ്രാംസുകൾ നമ്മൾ കൊടുക്കണം, ട്രെയിനിങ് സെക്ഷൻ വെക്കണം, അണുബാധ നിയന്ത്രണങ്ങളെ കുറിച്ചുള്ള ട്രെയിനിങ്സ് കൊടുക്കണം സ്റ്റാഫുകൾക്ക്. ക്ലിയർ ആയോ? ഫിഫ്ത്ത് പോയിന്റ് അവിടെയും പറയുന്നത് എംപ്ലോയീസിന് പൊതുവായിട്ടുള്ള ട്രെയിനിങ്സുകളും കൊടുക്കണം. പർട്ടിക്കുലർ പ്രാക്ടീസ് ഏതെങ്കിലും ഓരോ സെക്ഷനിൽ ട്രെയിനിങ് കൊടുക്കുക, കോമൺ ആയിട്ടുള്ള ട്രെയിനിങ്സ് കൊടുക്കുക. ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? മെഡിക്കൽ സ്റ്റാഫുകള് എന്താണ് സുരക്ഷിതമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിച്ചിരിക്കണം സ്റ്റാഫുകൾ.
രണ്ടാമത്തത് ട്രെയിനിങ്സ് കൊടുക്കുകയാണ്. ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട ട്രെയിനിങ്ങുകൾ സ്റ്റാഫുകൾക്ക് കൊടുക്കുക. അയച്ചോ? കംപ്ലീറ്റ് ചെയ്തോ? മെഷേഴ്സ് ടു മെയിൻറ്റെയിൻ സേഫ്റ്റി കഴിഞ്ഞു. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ വളരെ കുഞ്ഞു ചാപ്റ്ററാണ്, ചെറിയൊരു ചാപ്റ്ററാണ്. അത്യാവശ്യം നമ്മൾ എടുത്തിട്ടുണ്ട്. സ്പീഡ് കൂടുന്നുണ്ടോ? കുഴപ്പമുണ്ടോ? ഓക്കെ ആണോ? നിങ്ങൾ റെസ്പോൺസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ ആണോ? സ്പീഡ് കുഴപ്പമുണ്ടോ? കൂടുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ചെറിയ ചാപ്റ്റർ ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല പഠിക്കാൻ. കുഞ്ഞു പോയിന്റ്സുകളാണ് എല്ലാം. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടോ എന്താ പറയാ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളൊന്നും ഇല്ല. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ എനിക്കൊക്കെ കുഞ്ഞു സ്പീഡിലാണോ പോകുന്നത് എന്നൊരു ഡൗട്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് ഞാനും പെട്ടെന്ന് ഫോളോ ആയിട്ട് നോക്കുന്നത്. കുഴപ്പമൊന്നുമില്ലല്ലോ? സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണോ കേട്ടോ. ആർക്കെങ്കിലും ഒപ്പം പോകാൻ പറ്റുന്നില്ല എങ്കിൽ പറഞ്ഞോളൂ. ഓക്കെയാണ്, പ്രശ്നമില്ല. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ. പിന്നെ ഒരു കാര്യം കൂടി പറയാം. അടുത്ത ക്ലാസ്സില് അതൊരു ഇംഗ്ലീഷ് ക്ലാസ് ആയിരിക്കും അല്ലെ? സാർ ഉണ്ടായിരിക്കില്ല. സോ ഞാൻ തന്നെ 1.5 മണിക്കൂർ കൂടി കണ്ടിന്യൂ ചെയ്യും. ബുദ്ധിമുട്ടുണ്ടോ? 1 മണിക്കൂർ സഹിച്ചിരുന്ന് ഇരിക്കാൻ മാത്രമല്ല, 1.5 മണിക്കൂർ കൂടി. ഓക്കെ, ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഒരുപാട് എടുത്തൊന്നും ടീച്ചർ വെറുപ്പിക്കണമെന്നില്ല നിങ്ങളെ. അത്യാവശ്യം കുറച്ചുകൂടി നമുക്ക് പോർഷൻസ് കവർ ചെയ്യാം. ഒരുപാട് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു ചാപ്റ്റർ ആണ്. പെട്ടെന്ന് ഒരുവിധം എനിക്ക് തോന്നുന്ന ഒരു 3/4 ഭാഗത്തോളം നമുക്ക് ഇന്ന് ഏകദേശം കഴിയും ഈ ഒരു ചാപ്റ്ററിന്റെ. ഓക്കെ, അപ്പൊ ഒരു 1.5 മണിക്കൂർ കൂടി എന്നെ തന്നെ നിങ്ങൾ സഹിച്ചിരിക്കണം. ഓക്കെ, വേണമെങ്കിൽ നമുക്കൊരു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ബ്രേക്ക് ഒക്കെ തരാം. ഓക്കെ, ഹാപ്പി ആണോ? ഒന്ന് വെള്ളം കുടിച്ചിട്ട് വെള്ളം കുടിക്കാം. വെള്ളമൊക്കെ കുടിച്ചിട്ട് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബ്രേക്ക് തരാം. ഓക്കെ, 1 അവർ കഴിയുമ്പോൾ ബ്രേക്ക് തരാം. ഓക്കെ, അപ്പോ മെഷേഴ്സ് ടു മെയിൻറ്റെയിൻ സേഫ്റ്റി ആണ് നമ്മൾ നോക്കിയത്. ഇനി അടുത്തത് പറയുന്നത് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഇൻ ലേബർ റൂം. ലേബർ റൂമിൽ നമ്മൾ എടുക്കേണ്ട സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്, മുൻകരുതലുകൾ എന്തൊക്കെയാണ് നോക്കാം. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഇൻ ലേബർ റൂം. ഹാൻഡ് വാഷിംഗ് അല്ലെ? ഹാൻഡ് വാഷിംഗ് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. ദെൻ വിയറിംഗ് പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്. പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് ധരിച്ചിരിക്കണം. നമ്മൾ പറഞ്ഞല്ലോ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ഗൗൺസ് ധരിക്കണം, മാസ്ക് ധരിക്കുക, ഗ്ലൗസ് ധരിക്കണം അല്ലേ? ദെൻ പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. ബയോമെഡിക്കൽ മാലിന്യങ്ങൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഡിസ്പോസൽ ചെയ്തിരിക്കണം. ബയോമെഡിക്കൽ വേസ്റ്റ് ചാപ്റ്റർ പഠിച്ചോ നിങ്ങള്? ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്തായിരുന്നോ? പഠിക്കുന്നുണ്ട്? സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളോ? ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിക്കണില്ല. അതില് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓരോ ബയോമാലിന്യങ്ങളുടെ ഓരോ എന്താ പറയാ ക്ലാസിഫിക്കേഷനും കാറ്റഗറീസ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. പ്രോപ്പർ ഹാൻഡിലിംഗ് ഓഫ് ഷാർപ്പ് ഒബ്ജക്ട്സ് അല്ലെ? ലേബർ റൂമിലാണെങ്കിലും ഷാർപ്പ് ഒബ്ജക്ട്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ അത് പ്രോപ്പർ ആയിട്ട് വേണം ഹാൻഡിൽ ചെയ്യുവാൻ. ഷാർപ്പ് ആയിട്ടുള്ള ഒബ്ജക്ട്സുകൾ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്റ്റിംഗ് ഓഫ് ഐറ്റം യൂസ്ഡ്. ഓരോ വസ്തുക്കളും നമ്മുടെ ലേബർ റൂമിൽ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളും അണുവിമുക്തമാക്കണം, സ്റ്റെറിലൈസ് ചെയ്യണം. പ്രോസസിംഗ് ഓഫ് യൂസ്ഡ് എക്യുപ്മെന്റ്. അതുപോലെ തന്നെ ഉപയോഗിച്ച ഉപകരണങ്ങളുടെ സംസ്കരണം. വൺ ടൈം യൂസ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ആണെങ്കിൽ വസ്തുക്കളാണെങ്കിൽ അതിന്റെ സംസ്കരണം അതിന് ഉപേക്ഷിക്കണം. വീണ്ടും അത് ഉപയോഗിക്കാൻ പാടില്ല. സസ്റ്റെയിനിങ് എ ക്ലീൻ ആൻഡ് അസെപ്റ്റിക് എൻവയോൺമെന്റ്. എന്താ അസെപ്റ്റിക് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്? ഒരു അസെപ്റ്റിക് ആയിട്ടുള്ള എൻവയോൺമെന്റ് നിലനിർത്തണം. എന്താ അസെപ്റ്റിക് എന്ന് പറയുന്നത്? കേട്ടിട്ടുണ്ടോ? അസെപ്റ്റിക് എന്ന് പറയുന്നത് അതായത് രോഗാണുക്കളൊന്നും ഇല്ലാത്ത വളരെ ജേം ഫ്രീ ആയിട്ടുള്ള അല്ലെ, ഡിസിൻഫെക്ഷൻ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നിലനിർത്തുക. അണുക്കളും ഇൻഫെക്ഷനും ഒന്നും ഇല്ലാത്തൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിനെ നിലനിർത്തുക. ഓക്കെ,
ഇത്രയുമാണ് ലേബർ റൂമിന്റെ ഉള്ളിൽ നമ്മൾ എടുക്കേണ്ട സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എന്ന് പറയുന്നത്, മുൻകരുതലുകൾ. വായിച്ചു നോക്കുക കേട്ടോ. വായിച്ചായിരുന്നോ? ഓക്കെ, കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് വൺ പറയുന്നത് ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്ടിങ്. ഇങ്ങനെയാണ് അണുവിമുക്തമാക്കലും ക്ലീനിങ് പ്രോസസ്സുകളെ കുറിച്ചാണ് പറയുന്നത്. സം ഓഫ് ദ ജനറൽ റൂൾസ് ഫോർ ക്ലീനിങ് ആർ. ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ട ജനറൽ റൂൾസുകൾ കേട്ടോ, ശ്രദ്ധിക്കാം. Any equipment brought into the labor room from outside must be wiped and cleaned. പുറമേ നിന്ന് കൊണ്ടുവരുന്ന ലേബർ റൂമിന്റെ ഉള്ളിൽ നമ്മൾ പ്രവേശിപ്പിക്കുന്ന എക്യുപ്മെന്റ്സുകൾ നമ്മൾ വൈപ്പ് ചെയ്തത് ക്ലീൻ ചെയ്യണം, വൈപ്പ് ചെയ്യണം, തുടച്ച് നീറ്റായിട്ട് കൊണ്ടുവരണം. ഹാവിംഗ് ആഡക്വേറ്റ് ക്ലീനിങ് സീക്വൻസ്. ശരിയായിട്ടുള്ള ഒരു ക്രമമായിട്ടുള്ള ഒരു ക്ലീനിങ് സീക്വൻസ് ഉണ്ടായിരിക്കണം. അപ്പൊ കൃത്യമായിട്ട് എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുക, അങ്ങനെയുള്ള കൃത്യമായിട്ടൊരു ക്ലീനിങ് സീക്വൻസ് ഉണ്ടായിരിക്കണം. Then damaged equipment should be repaired or replaced. ഇനി ലേബർ റൂമിന്റെ ഉള്ളിലുള്ളത് ഡാമേജ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളാണെങ്കിൽ ഒന്നില്ലെങ്കിൽ അത് റിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, റീപ്ലേസ് ചെയ്തിട്ട് പുതിയൊരു എക്യുപ്മെന്റ് വെക്കണം. Then items stained with blood body fluid should be not instantly. എന്നോട് പറയുന്നത് items should be, അതായത് ഇപ്പോ എന്തെങ്കിലും ഇപ്പോ ബോഡി ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ ബ്ലഡ് ഒക്കെ ആയിട്ടുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിൽ should be not instantly. പെട്ടെന്ന് അത് ചേഞ്ച് ആക്കണം, മാറ്റണം. Then always use approved mopping techniques. Mopping techniques ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാനായിട്ട്. Then examine areas for seepage or any other issue and report instantly. എവിടെയെങ്കിലും ലേബർ റൂമിന്റെ ഉള്ളിൽ എന്തെങ്കിലും സീപ്പേജുകൾ ചോർച്ചയൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യുക. ക്ലീൻ ദ ലേബർ ടേബിൾ ആഫ്റ്റർ എവറി ഡെലിവറി. നമ്മൾ പറഞ്ഞല്ലോ, ഡെലിവറിക്കായിട്ട് പേഷ്യന്റിനെ കിടത്തുന്ന ലേബർ റൂമിലെ മോസ്റ്റ് ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ടൂൾ ആണ് ലേബർ ടേബിൾ എന്ന് പറയുന്നത്. സോ ഓരോ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഈ ലേബർ ടേബിൾ എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്യണം. സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ഫോർ ഡിസിൻഫെക്ഷൻ, സ്റ്റെറിലൈസേഷൻ റിക്വയർഡ് ടു ബി ഫോളോവഡ്. അല്ലെ, അതായത് എന്താണ്, ഇൻഫെക്ഷൻ കൺട്രോൾ, അണുനശീകരണത്തിനും അതുപോലെ തന്നെ എന്താണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നടപടിക്രമങ്ങൾ നമ്മൾ പാലിക്കണം എന്ന്. ഇപ്പോ അണുനശീകരണം ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, എന്തെങ്കിലും ഇപ്പോ നമ്മൾ ഡെറ്റോൾ അങ്ങനെയുള്ള ലിക്വിഡ്സുകൾ മറ്റും ഉപയോഗിച്ചുകൊണ്ട് വേണം അണുനശീകരണം ചെയ്യുവാൻ. ഇത്രയുമാണ് ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്ടിംഗ് പറയുന്നത്. ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ലേബർ റൂമിൽ വായിച്ചു നോക്കാം പോയിന്റ്സുകള്. അതായത് നാലാമത്തെ പോയിന്റിൽ പറയുന്നത് ഇപ്പോ ഐറ്റംസ്, അതായത് ഇപ്പോ എക്യുപ്മെന്റ് ആണെങ്കിലും മറ്റും ഇതുപോലെ ബ്ലഡോ അല്ലെങ്കിൽ മറ്റു ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ആയിട്ട്
സ്ഥലത്തുണ്ടെങ്കിൽ അത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ളത് വാഷ് ചെയ്യലാണ്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ ആ പോയിന്റില്. ആറാമത്തെ പോയിന്റ് എന്താണ്? സ്വീപ്പേജ് എന്തെങ്കിലും ചോർച്ചയൊക്കെ ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യണം. ചെയ്തോ? ഓക്കെ, ഇതിനകത്ത് താഴെ ഒരു കുഞ്ഞി പാരഗ്രാഫ് കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് വായിക്കാം. The labor room and connecting passages should be cleaned at least twice a day. ലേബർ റൂമും അതിന്റെ ആ കണക്ടിങ് പാസേജുകളും ദിവസത്തിൽ 2 തവണയെങ്കിലും വൃത്തിയാക്കണം, ക്ലീൻ ചെയ്യണം. Soiled area and cleaning of spillage should be done at earlier time possible. അതുപോലെ തന്നെ മലിനമായിട്ടുള്ള ഏരിയകളും എന്തെങ്കിലും ചോർച്ചയൊക്കെ ഉണ്ടെങ്കിൽ അത് ഏർലിയസ്റ്റ് ടൈം പെട്ടെന്ന് തന്നെ അത് എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്യുക. അല്ലെങ്കിൽ അതിന്റെ സ്പില്ലേജ് ഒക്കെ ഉണ്ടെങ്കിൽ ചോർച്ചയൊക്കെ മാറ്റണം. A detailed wash down of the labor room must be done at least twice a month. ഒരു ദിവസത്തിൽ 2 പ്രാവശ്യം ക്ലീൻ ചെയ്യണം. ഇനി ഡീറ്റെയിൽ ആയിട്ട് മാസത്തിൽ 2 തവണയെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വൃത്തിയാക്കണം. ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും എന്താണ് എല്ലാ ദിവസവും നമ്മൾ വൃത്തിയൊക്കെ ആക്കും. പിന്നെ എന്താണ്, ചിലപ്പോൾ മാസത്തിലോ അല്ലെങ്കിൽ സൺഡേ ആയിരിക്കും ജോലിക്ക് പോണവരാണെങ്കിൽ ഒരു ഡീപ് ക്ലീനിങ് ഉണ്ട്. എല്ലാ സൺഡേയും ചെയ്യണമെന്നില്ല, മാസത്തിൽ 1 തവണ നമ്മൾ ഫുൾ ആയിട്ട് എല്ലാ സാധനങ്ങളും അല്ലെ, എല്ലാ സാധനങ്ങളും അടിച്ച് വാരി തൂത്ത് അല്ലെ വൃത്തിയാക്കും. പൊടികളൊക്കെ തട്ടി നമ്മൾ എന്ത് ചെയ്യും, എല്ലാ ദിവസവും നമ്മൾ അടിച്ച് ക്ലീൻ ഒക്കെ ചെയ്യുന്നില്ലേ, മാസത്തിൽ 1 തവണയൊക്കെ നമ്മൾ ഡീപ്പ് ആയിട്ടുള്ള ഒരു ക്ലീനിങ് ഒക്കെ നടത്തും ഇല്ലേ, നടത്താറുണ്ടോ? ഡെയിലി ചെയ്യും എങ്കിലും ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് മാസത്തിൽ 1 തവണ നമ്മൾ ഡീപ് ക്ലീനിങ്ങും ചെയ്യും. അപ്പൊ അതുപോലെ ഇവിടെയും മാസത്തിൽ 2 തവണ ഇത് വേണം ഡീപ് ക്ലീനിങ് ചെയ്യണത്. ഡെയിലി ഒരു ദിവസത്തിൽ 2 പ്രാവശ്യം ക്ലീൻ ചെയ്യണം. പോരാതെ മാസത്തിൽ 2 തവണ ഡീപ്പ് ആയിട്ടുള്ള ഒരു ക്ലീനിങ്ങും ആവശ്യമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഇൻഫെക്ഷൻ കൺട്രോൾ ചാപ്റ്റർ കഴിയാറായിട്ടോ. ഒരു കുഞ്ഞു ചാപ്റ്ററാണേ. നമുക്കിനി ഒരു കുറച്ചു നേരം കൂടി നമുക്ക് എടുക്കാനുണ്ട്, കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഞാൻ തന്നെ. ബ്രേക്ക് വേണോ? ഒരു 10 മിനിറ്റ് ബ്രേക്ക് വേണമെങ്കിൽ നമുക്ക് ബ്രേക്ക് എടുക്കാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ബ്രേക്ക് വേണ്ടേ? ബ്രേക്ക് എടുത്തിട്ട് ആ വഴി പോകുമോ? ഉണ്ടായിരിക്കോ? ഓക്കെ, കുഴപ്പമില്ല, ബ്രേക്ക് എടുത്തോളൂ, കുഴപ്പമില്ല. കുറച്ചു നേരം കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുമ്പോ ഒരു കാര്യം തന്നെ ഒരു ടിപ്സ് തന്നെ എടുക്കുമ്പോ ബുദ്ധിമുട്ടുണ്ടല്ലോ. കണ്ടിന്യൂ എന്നാണ് പറയുന്നത്. 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തോളൂ. എനിക്കൊരു ബ്രേക്ക് വേണ്ടേ? ഓക്കെ, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണല്ലേ. ഓക്കെ, എനിക്കൊരു ബ്രേക്ക് വേണമല്ലോ. ഓക്കെ, കുഴപ്പമില്ല. ഒന്ന് വെള്ളമൊക്കെ കുടിച്ചൊന്ന് ഫ്രഷ് ആയിക്കോളൂ. ഒരു 5 മിനിറ്റ്സ് മതിയല്ലോ ബ്രേക്ക്. ഓക്കെ, ഇങ്ങനെ എണ്ണം നോക്കിയിട്ടുണ്ട് എത്ര പേരുണ്ടെന്ന്. അപ്പൊ ഈ എണ്ണം തന്നെ ബ്രേക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടായിരിക്കണം. ഇതിലൊന്ന് സ്കിപ്പായിട്ട് പോകരുത് ആരും. ഓക്കെ, ബ്രേക്ക് എടുത്തോളൂ. എനിക്ക് വേണ്ടി ബ്രേക്ക് എടുക്കാം. ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനെ ആയിക്കോളട്ടെ കേട്ടോ. ഓക്കെ, 5 മിനിറ്റ്സ് മതിയല്ലോ.
ബ്രേക്ക് ഒക്കെ കഴിഞ്ഞു എല്ലാവരും ഉണ്ടോ ക്ലാസ്സില്? കുറച്ചുപേരൊക്കെ സ്കിപ്പ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആയിട്ടില്ല, എല്ലാവരും തന്നെ ഉണ്ട്. എല്ലാവരും ഉണ്ട്. ഓക്കെ ഓക്കെ, സ്കിപ്പ് ആയിട്ടില്ല കേട്ടോ. നോക്കാം. അപ്പൊ നെക്സ്റ്റ് വൺ നോക്കുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ്. വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെ ചെയ്യാം, അതുപോലെ തന്നെ ഇൻഫെക്ഷൻ കൺട്രോളും ആണ് ഇനി അടുത്ത സെക്ഷനിൽ നോക്കുന്നത്. നോക്കാം. ഇൻഫെക്ഷൻ കൺട്രോൾ refers to the policies and procedures used to reduce the risk caused owing to infection spread, especially in health care facilities. എന്താണ് പറയുന്നത്? ഇൻഫെക്ഷൻ കൺട്രോൾ refers to the policies and procedures. ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ ഇൻഫെക്ഷൻ മൂലം, അണുബാധ വ്യാപനം മൂലം ഉണ്ടാകുന്ന അപകട സാധ്യതകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നയങ്ങളെയും നടപടിക്രമങ്ങളെയൊക്കെയാണ് നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. അപകടങ്ങൾ ഉണ്ടാവാതെ എങ്ങനെ നമുക്കതിന് തടയാം, അല്ലെ? അതിന് നമ്മൾ ഉപയോഗിക്കുന്ന നടപടിക്രമങ്ങൾ, പ്രൊസീജിയേഴ്സിനെയാണ് ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. സ്പെഷ്യലി ഇൻ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ ഇൻഫെക്ഷൻ കൺട്രോൾ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നടപടിക്രമങ്ങൾ. Special attention and standard practice should be followed for cleaning the labor room. അല്ലെ? പ്രത്യേകിച്ച് എന്താണ്? ലേബർ റൂം വൃത്തിയാക്കുന്നതിന് പ്രത്യേകമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സും പ്രോട്ടോകോൾസും നമ്മൾ പാലിച്ചിരിക്കണം. നമ്മൾ പറഞ്ഞില്ലേ, ദിവസത്തിൽ 2 തവണ ക്ലീൻ ചെയ്യണം, മാസത്തിൽ 2 പ്രാവശ്യം ഡീപ് ക്ലീൻ ചെയ്യണം. Then poor infection control practices in labor and delivery rooms lays the patient's infants as well as healthcare staff at risk. ഇനി ഹോസ്പിറ്റലില് വളരെ പുവർ ആയിട്ടുള്ള, ഭയങ്കര മോശമായിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ആണ്. ലേബർ റൂമിൽ ക്ലീനിങ് ഒന്നും ചെയ്യുന്നില്ല, ശരിയായിട്ടുള്ള രീതിയിലുള്ള പ്രോട്ടോകോൾസ് ഒന്നും പാലിക്കുന്നില്ല എങ്കിൽ അത് ലേബർ റൂമിലെ പേഷ്യൻസിനാണെങ്കിലും ഇനി അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾക്കാണെങ്കിലും ഇൻഫന്റിന് കുഞ്ഞിനാണെങ്കിലും അത് റിസ്ക് ആണ്. കാരണം അണുബാധ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, ഇൻഫെക്ഷൻ ഒക്കെ വരുന്നു, മറ്റ് അസുഖങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് കൂടുതലാണ്. സോ ഏറ്റവും മോസ്റ്റ് ആയിട്ട് നമ്മൾ ലേബർ റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൽ ക്ലീൻഡ് ആയിരിക്കണം. ദെൻ പ്രോട്ടോകോൾസുകൾ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾസുകളും മറ്റും പാലിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ റിസ്ക് നേരിടേണ്ടി വരും. ഇനി കുറച്ച് വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യങ്ങളാണ് താഴെ പറയുന്നത്. എങ്ങനെയാണ് ലേബർ റൂമിലെ വേസ്റ്റ് മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. Staff collecting waste should wear utility gloves and closed shoes. ഈ ലേബർ റൂമിലെ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ വരുന്ന സ്റ്റാഫുകള് അവര് ഈ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ വരുമ്പോ എന്താണ്? ഗ്ലൗസ് ധരിക്കണം, അല്ലെ? ഗ്ലൗസ് നിർബന്ധമായിട്ടും ധരിക്കണം. കാരണം ഈ മാലിന്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഇൻഫെക്ഷൻ ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്, പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഗ്ലൗസ് ധരിക്കണം, അതുപോലെ തന്നെ ക്ലോസ്ഡ് ചെയ്തിട്ടുള്ള ഷൂസ് ധരിക്കണം. വേസ്റ്റ് ഷുഡ് ബി ഗ്യാതേർഡ് ഇൻ ലീക്ക് പ്രൂഫ് കണ്ടെയ്നേഴ്സ്, അല്ലെ? ചോർച്ചയില്ലാത്ത ചോർച്ചയില്ലാത്ത കണ്ടെയ്നേഴ്സുകളിലായിരിക്കണം നമ്മള് വേസ്റ്റുകൾ നിറയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ അത് ചോർന്ന് അവിടേക്ക് എന്താ പറയാ അണുക്കളാകാനൊക്കെ ചാൻസ് കൂടുതലാണ്. സോ നമ്മൾ ഉപയോഗിക്കുന്നത് ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള കണ്ടെയ്നർ ആയിരിക്കണം. Waste should be clear for disposal when 3 to 4 full. അതായത് നമ്മൾ വേസ്റ്റ് ബിൻ വെക്കുമ്പോൾ അതിന്റെ ഒരു 3 to 4, അതായത് ഒരു 3/4 ഭാഗം ആകുമ്പോഴേക്ക് നമ്മൾ അതിനെ എന്ത് വേണം? അത് ക്ലിയർ ചെയ്യണം, അത് കളഞ്ഞിട്ട് പുതിയത് വെക്കാം. ഇപ്പൊ നമ്മൾ ചില പൊതുസ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട്, വേസ്റ്റ് ബാസ്കറ്റ് കവിഞ്ഞിട്ട് പുറമേ കുറെ കിടക്കുന്നുണ്ടാവും, കണ്ടിട്ടുണ്ടോ? അതായത് അതെല്ലാം മാക്സിമം ഫുള്ള് നിറയാവുന്നത്ര വേസ്റ്റുകൾ കുഞ്ഞു കൂടി ഇട്ടിട്ടുണ്ടാകും, അല്ലെ? ബാക്കി വരുന്നതൊക്കെ എവിടെ ആയിരിക്കും? താഴെ ചുറ്റുപാട് മൊത്തം ഉണ്ടാകും വേസ്റ്റ്. ഇവിടെ പറയുന്നത് ഇവിടെ ഒരു 3/4 ഭാഗമാകുമ്പോഴേക്കും അത് ചേഞ്ച് ചെയ്യണം. അതായത് ഇത് ക്ലീൻ ചെയ്തിട്ട് പുതിയ വേസ്റ്റ് ബിൻ വെക്കുക, അല്ലെങ്കിൽ അത് കളഞ്ഞിട്ട് വേസ്റ്റ് ബിൻ വെക്കുകയാണ്. അല്ലാതെ നിറഞ്ഞു കവിയാൻ പാടില്ല. 3 to 4 ആകുമ്പോഴേക്കും അതിനെന്ത് വേണം? നമ്മള് മാറ്റണം, ചേഞ്ച് ചെയ്യണം. Waste should be separated into infectious and non-infectious waste. ഇനി വേസ്റ്റുകൾ നമ്മളെ കണ്ടെയ്നേഴ്സുകളിൽ നിക്ഷേപിക്കുമ്പോൾ അതിനെ സെപ്പറേറ്റ് ചെയ്ത് നിക്ഷേപിക്കണം എന്ന്. ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വേസ്റ്റുകൾ ഉണ്ടാവും, അണുബാധമുള്ള വേസ്റ്റ് ഉണ്ടാകും, അണുബാധ ഇല്ലാത്ത വേസ്റ്റുകൾ ഉണ്ടാകും. അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം വെക്കുവാനായിട്ട്. അത് നിങ്ങൾ ബയോമെഡിക്കൽ വേസ്റ്റ് പഠിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അതിൽ നിങ്ങൾ പഠിക്കും ഡീറ്റെയിൽ ആയിട്ട്
ഇൻഫെക്ഷ്യസ് വേസ്റ്റുകളും നോൺ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വേസ്റ്റുകൾ ഏതൊക്കെയാണ് അല്ലെ? ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പൊ എന്തെങ്കിലും മാലിന്യങ്ങളോ പേപ്പർ അങ്ങനെയുള്ളതൊക്കെ നോൺ ഇൻഫെക്ഷ്യസ് ആയിരിക്കും. ഇൻഫെക്ഷ്യസ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന്റെ ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കള്, അതുപോലെ തന്നെ ബ്ലഡും ഫ്ലൂയിഡ്സ് ഒക്കെ ആയിട്ടുള്ള തുണികളും കാര്യങ്ങളും അതൊക്കെയാണ് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ളത്. നമുക്ക് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകള് അല്ലെങ്കിൽ ചെറിയ ഉപകരണങ്ങള്, അതുപോലെ നീഡിൽസ്, സിറഞ്ച് അല്ലെ, ഇതൊക്കെ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വേസ്റ്റുകളാണ്. സോ നമ്മൾ ഈ വേസ്റ്റുകൾ രണ്ട് വേസ്റ്റ് കൂടി മിക്സപ്പ് ചെയ്തിടാൻ പാടില്ല. ഇൻഫെക്ഷൻ ആയിട്ടുള്ളതും ഇൻഫെക്ഷ്യസ് അല്ലാത്തതും ആയിട്ടുള്ള വേസ്റ്റുകൾ കൃത്യമായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇടുക. ഓക്കെ. Then disinfectant with bleaching mixture followed by washing and autoclave. ഇനി അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, ബ്ലീച്ചിങ് മിക്സറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അണുമുക്തമാക്കണം. അതിനെ കഴുകിയിട്ട് വേണം ഓട്ടോക്ലേവ് ചെയ്ത് എടുക്കുക. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് മസ്റ്റ് ബി ഫോളോഡ്. അതുപോലെ തന്നെ ഈ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിൽ പറയുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് പാലിച്ചുകൊണ്ട് വേണം നമ്മൾ വേസ്റ്റ് കൈകാര്യം ചെയ്യുവാൻ. ഓക്കെ, ഞാൻ വായിച്ചു നോക്കുക കേട്ടോ. ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ്. വെയിറ്റ് ചെയ്തോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും നോക്കിയത് ലേബർ റൂം എന്താണ്, ലേബർ റൂമിന്റെ ഓരോ പ്രോസസ്സും കാര്യങ്ങളാണ്, പിന്നെ അവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റും ഇൻഫെക്ഷൻ കൺട്രോൾ ഒക്കെയാണ് നോക്കിയത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ആ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് ഇനി ന്യൂ ബോൺ കെയറിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോ കുഞ്ഞ് ഡെലിവറി ഒക്കെ കഴിഞ്ഞു, ഈ ന്യൂ ബോൺസിനുള്ള കെയറുകളും കാര്യങ്ങളാണ് അടുത്ത സെക്ഷനിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ ന്യൂ ബോൺ കെയർ എങ്ങനെയാണ്, എങ്ങനെയൊക്കെയാണ് നമ്മൾ ന്യൂ ബോൺ കെയറുകൾ കൊടുക്കേണ്ടത്, ലേബർ റൂമിലോട്ടുള്ള എൻട്രി എങ്ങനെയാണ്, പ്രോട്ടോകോൾസ്. ഇനി അടുത്തൊരു സെക്ഷൻ ന്യൂ ബോൺസിനെ കുറിച്ചാണ്. സോ അതിന് മുൻപായിട്ട് നമ്മൾ എടുത്തത്രയും ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ന്യൂ ബോൺസിന്റെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? അടുത്തത് ന്യൂ ബോൺ ആണ്. സോ നമ്മൾ ഫസ്റ്റ് തുടങ്ങി ജസ്റ്റ് ഒന്ന് ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഒരു പ്രാവശ്യം വായിക്കാം കേട്ടോ, എന്നിട്ട് നമുക്ക് ന്യൂ ബോൺസ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, അടുത്ത അത്രയും വായിക്കണം.
അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ നോക്കാട്ടോ. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ പോയിന്റ്സുകൾ എന്തെങ്കിലും അണ്ടർലൈൻ ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് അണ്ടർലൈൻ ചെയ്യാട്ടോ വായിക്കുമ്പോ. ഇതായിരുന്നു ലേബർ വാർഡ് പ്രോട്ടോകോൾസ്. ലേബർ വാർഡ് പ്രോട്ടോകോൾസ് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ലേബർ വാർഡ് പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാം. The protocols for labor ward offer explicit instruction for managing ward activities, ensuring ward operates efficiently and delivers excellent medical care to pregnant women. അല്ലേ? അതായത് ഈ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് എന്താണ്? നിയമങ്ങളും കുറച്ച് നടപടികളാണ്. ഇപ്പൊ നമ്മൾ വാർഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചപ്പോൾ ആ വാർഡില് നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് പ്രൊസീജിയേഴ്സ് പ്രോട്ടോകോൾസ് ഒക്കെ പഠിച്ചു. അപ്പൊ അതുപോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേണമെങ്കിൽ പറയാം. സോ അതുപോലെ തന്നെ ലേബർ വാർഡിനകത്ത് നമ്മൾ ചെയ്യേണ്ട കുറച്ച് നടപടിക്രമങ്ങളെയാണ് ഈ ലേബർ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. അതായത് വാർഡിലെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അതുപോലെ തന്നെ അത് എഫിഷ്യന്റ് ആയിട്ടാണോ പ്രവർത്തിക്കുന്നത്, ദെൻ പ്രഗ്നന്റ് വുമണിന് എക്സലന്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ കെയർ നമ്മൾ നൽകുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. ആ ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ പ്രോട്ടോകോൾസ് വഴി നൽകുന്നത്. ഇനി അത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് താഴെ 2 പോയിന്റ്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. Administration and policies encompasses the duties and obligations of administrative and professional responsibilities. അല്ലെ? അതായത് അഡ്മിനിസ്ട്രേഷൻ നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ ഭരണപരവും നയപരമായിട്ടുള്ളത് പോളിസി നയങ്ങളും കടമകളും അതിൽ ഉൾക്കൊള്ളുന്നു. അതായത് എന്തൊക്കെയാണ് പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റീസ് വരും. ഇനി പേഷ്യന്റിന് നമ്മൾ അഡ്മിഷൻ ചെയ്യുമ്പോഴുള്ള അഡ്മിഷൻ ക്രൈറ്റീരിയകള്, അതുപോലെ തന്നെ എന്താണ് ട്രാഫിക് കൺട്രോൾ, അതായത് പേഷ്യൻസ് ഒരുപാട് വരുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്നതും, വാർഡ് റെഗുലേഷൻസ് നിയന്ത്രണങ്ങൾ, വാർഡിലുള്ള നിയന്ത്രണങ്ങൾ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ദുരന്ത നിവാരണ കമ്മിറ്റികൾ, അത് നിങ്ങൾ എന്താ പറയാ ഏതെങ്കിലും വലിയ ദുരന്തങ്ങൾ സംഭവിച്ചു അതിന്റെ എങ്ങനെയുള്ള ഡിസാസ്റ്റർ ഇങ്ങനെ മാനേജ്മെന്റ് ചെയ്യാം. Then clinical recommendations that cover inpatient care, management of labor, postpartum care, and newborn care, etc. അതായത് അതുപോലെ തന്നെ പേഷ്യന്റിനുള്ള കെയർ, അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള ഇൻപേഷ്യന്റിനായിട്ടുള്ള കെയറുകൾ കൊടുക്കുന്നു. ദെൻ മാനേജ്മെന്റ് ഓഫ് ലേബർ, അത് ഡെലിവറിക്ക് മുന്നായിട്ടുള്ളതും അതുപോലെ തന്നെ പോസ്റ്റ്പാർട്ടം ഡെലിവറിക്ക് ശേഷമുള്ള കെയറും അതുപോലെ ന്യൂബോൺ കെയറുകളും, ഇതൊക്കെ നമ്മൾ ആ ഒരു പ്രൊസീജിയേഴ്സ് പ്രോട്ടോകോൾസ് പാലിച്ചുകൊണ്ട് വേണം നൽകുവാൻ. ക്ലിയർ ആണോ? ഇതില് അണ്ടർലൈൻ ഒന്നും ചെയ്യാനില്ല, വായിച്ച് മനസ്സിലാക്കാനുള്ള കേട്ടോ. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഈ പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വായിച്ച് നോക്കുക. എവിടെയെങ്കിലും അത്രയും ഭാഗത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലേബർ ടേബിള് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഓരോന്നും റേഡിയൽ വാമർ, സ്റ്റെറിലൈസ്, പോയിറ്റൽ ഡോക്ടർ, പോയിറ്റൽ ടോക്കോ കാർഡിയോഗ്രാഫ് ഓർത്ത് വെക്കണേ ഏതൊക്കെയാണ് എക്യുപ്മെന്റ്സുകൾ എന്ന്. വായിച്ച് കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും? വേസ്റ്റ് മാനേജ്മെന്റിന്റെ പോയിന്റ്സുകൾ നോക്കി വെക്കണം കേട്ടോ. അത് പ്രത്യേകിച്ച് ബൈ ഹാർട്ട് പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ അതൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ. 3 to 4 ആവുമ്പോഴേക്ക് അത് ഡിസ്പോസലൊക്കെ ചെയ്യാം. ഒരുമിച്ചിടാൻ പാടില്ല. ഇൻഫെക്ഷൻസ് ആയിട്ടുള്ളത് നോൺ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ളതും സെപ്പറേറ്റ് ചെയ്തിടുക കേട്ടോ. അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക.
ഓക്കെ, കംപ്ലീറ്റ് ചെയ്തില്ല എല്ലാവരും? വായിച്ചു നോക്കാണ്ട് അത്രയും ഭാഗം. ദെൻ ഇനി നെക്സ്റ്റ് വൺ വരുന്നത് ന്യൂ ബോൺ കെയർ ആണ്. അപ്പോ നമ്മൾ പറഞ്ഞു ലേബർ റൂമില് പേഷ്യന്റിന് ഇത്രയും കെയറും പ്രൊട്ടക്ഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നു. ദെൻ ഇനി ഡെലിവറിക്ക് ശേഷവും നമ്മള് ഹോസ്പിറ്റലില് ന്യൂ ബോൺ കെയർ ഉണ്ട് അല്ലെ? ഇങ്ങനെ ന്യൂ ബോൺ കെയർ കൊടുക്കാറില്ല എല്ലാ ഹോസ്പിറ്റലുകളും? കൊടുക്കാറുണ്ടോ? കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ എന്താണ് ന്യൂ ബോൺ കെയർ? നമ്മളിപ്പോ കുഞ്ഞിന് ചൂട് നൽകാനായിട്ട് വേണമെങ്കിൽ നമ്മൾ എന്താ റേഡിയം വാമറിൽ കുഞ്ഞിനെ കിടത്തുന്നു. ദെൻ അതുപോലെ തന്നെ മറ്റു ചില ടെസ്റ്റുകളൊക്കെ നമ്മൾ ഓൾറെഡി അല്ലെ ജനിച്ച ഉടനെ തന്നെ ചില ടെസ്റ്റുകളൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട് അല്ലെ? കുഞ്ഞിന് എന്താണ് കാഴ്ചശക്തി ഉണ്ടോ, കേൾവി ശക്തി ഉണ്ടോ എന്നൊക്കെ നോക്കാനായിട്ടുള്ള മീൻസ് ചില ഡോക്ടേഴ്സ് അപ്പൊ തന്നെ ടെസ്റ്റുകളൊക്കെ ചെയ്യാറില്ലേ ഹോസ്പിറ്റലില്? ഇതെല്ലാം ന്യൂ ബോൺസിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ? അതുപോലെ ബർത്തില് ജനിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ കണ്ടെത്തുന്നു. ദെൻ എന്താണ് ഇമ്മ്യൂണൈസേഷൻ സർവീസുകളും മറ്റും നമ്മളൊരു ന്യൂ ബോൺസിന് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള പരിചരണങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട് ഹോസ്പിറ്റലുകളിൽ. പിന്നെ അടുത്തത് ന്യൂ ബോൺ കെയറിൽ നമ്മൾ കൊടുക്കുന്ന ഫെസിലിറ്റികൾ, സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, ദെൻ നമുക്ക് എന്തൊക്കെയാണ് ഒരു ന്യൂ ബോൺസിന് വേണ്ടി നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ചെയ്യേണ്ടത് എന്നാണ് അടുത്ത സെക്ഷനിൽ പഠിക്കാനായിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ അത് സ്റ്റാർട്ട് ചെയ്യാം. പുതിയൊരു സെക്ഷൻ ആണത്, ന്യൂ ബോൺ കെയർ എന്നുള്ളത്. മതിയോ? അടുത്ത സെക്ഷനിൽ അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്താൽ മതിയില്ലേ? ന്യൂ ബോണിന്റെ ഒരുപാട് എടുത്ത് ഓടിച്ച് ഞാൻ പോണില്ല, അത്യാവശ്യം നമ്മൾ ഇന്ന് എടുത്തിട്ടുണ്ട്. സോ ന്യൂ ബോൺസിന്റെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി പഠിക്കാം. അപ്പോ എടുത്ത് അത്രയും അത്യാവശ്യം ഒരു 1-2 പേജ് നമ്മൾ എടുത്തിട്ടുണ്ട്. നോർമൽ എടുക്കുന്നതിനേക്കാളും കൂടുതൽ എടുത്തിട്ടുണ്ട്. സോ നന്നായിട്ട് പഠിക്കണം, മോക്ക് ടെസ്റ്റ് ഒക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം. ദെൻ പിന്നെ നമ്മള് ഓണം കഴിഞ്ഞിട്ടായിരിക്കും കാണുന്നത് അല്ലെ? നെക്സ്റ്റ് വീക്കിലായിരിക്കാം നമ്മൾ ഇനി കണ്ടുമുട്ടുക. അപ്പൊ എന്ത് ചെയ്യാ, ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിക്കുക. ദെൻ ആഘോഷങ്ങൾക്കിടയിൽ പഠിക്കാനൊന്നും വിട്ടു പോകരുത് കേട്ടോ. സമയം കണ്ടെത്തി പഠിക്കാനൊക്കെ ശ്രമിക്കണം. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് ഹാപ്പി ഓണം, നന്നായിട്ടൊക്കെ ആഘോഷിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത സെക്ഷൻ തുടങ്ങാം കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചേക്കൂ. ഓക്കെ, താങ്ക് യു ഓൾ.